സമയത്ത് സുഹൃത്തായിരുന്ന ദിനേഷ് മാധവൻ സാർ, നമ്മുടെ CPC റാങ്ക് ലീഡർ, അദ്ദേഹമാണ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നത്. ഇന്ന് എനിക്കും അതേ റാങ്കിൽ CTC റാങ്കിലേക്ക് എത്താൻ എന്നെ അദ്ദേഹം സഹായിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ സപ്പോർട്ടിംഗ് ലീഡർ സുബീർ സാറും, അതുപോലെ റോൾ മോഡൽ ഡൽഹി സാറും ഒക്കെ എല്ലാവർക്കും അറിയാലോ, അങ്ങനെയാണ് സപ്പോർട്ടിംഗ് ലീഡേഴ്സ് ആണ്. അപ്പൊ എന്തായാലും നമുക്കൊരു ജീവിതം തന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലൂടെ ജീവിക്കാൻ സാധിച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MILSA. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മേഖലയിൽ ഞാൻ എഫേർട്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നേരെ മറിച്ച് ഞാനൊരു ട്രാവലിംഗ് ആട്ടോ, ഞാൻ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. അപ്പം നമ്മള് രക്ഷപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, അവർ എഫേർട്ട് ഇട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം സാഹചര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ഏതൊരു വിജയിച്ച ആളുടെയും ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാവും അല്ലെ. ആ ഫയർ മനസ്സിലാക്കാനാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ. ഓരോരുത്തർക്കും ഓരോ ജീവിത ഫയറുകൾ ഉണ്ടാവും അല്ലെ. പലപ്പോഴും ഈ ബിസിനസ്സിൽ ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. എന്നെ കൊണ്ട് സാധിക്കുമോ, നമ്മളെപ്പോലത്തെ ആൾക്കൊക്കെ അത് പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സ്വന്തമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റാത്തത്. അപ്പോ അതിന് നിങ്ങൾക്കൊരു ഗുണമാവും. ഞാൻ ഈ ബിസിനസ് അല്ല മറ്റേതെങ്കിലും ഒരു ബിസിനസ്സിൽ വിജയിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ സൂമിൽ കയറിയില്ല, ഞാൻ എന്റെ ബിസിനസ് സീക്രട്ട് പറയാൻ നിൽക്കില്ല. കാരണം ഞാൻ തുടങ്ങിയ എന്റെ ടെക്സ്റ്റൈൽസ് ബിസിനസ്, അല്ലെങ്കിൽ ഞാൻ ഹോട്ടൽ ബിസിനസ്, എന്നെ ഏതെങ്കിലും ട്രഡീഷണൽ ബിസിനസ് വിജയിപ്പിച്ച് ആ വിജയിപ്പിച്ച ഹിസ്റ്ററി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളും എന്റെ ഷോപ്പ് തുടങ്ങിയാൽ എന്റെ കച്ചവടത്തിൽ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആ സീക്രട്ട് നമ്മൾ എവിടെയും അറിയിക്കില്ല, ആ സീക്രട്ട് എവിടെയും നമ്മൾ പറയാറില്ല. അപ്പൊ എന്നാൽ ഡയറക്ട് സെല്ലിംഗ് പ്രത്യേകത വിൻ വിൻ കൺസെപ്റ്റ് ആണ്. മറ്റുള്ളവർ വിജയിക്കുമ്പോൾ നമ്മൾ വിജയിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇല്ല. നമുക്കറിയാം എല്ലാം അല്ലെ, ഒന്നെങ്കിലും ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്ന് വളമാവുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഒരാൾ വളർന്നാലാണ് മറ്റുള്ളവർ വളരുന്നത്. അപ്പൊ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയെ ആദ്യമായിട്ട് നമ്മൾ വെൽക്കം ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് അറിയിക്കാറുള്ളത്. അപ്പൊ എനിക്ക് ഈ ബിസിനസ് ആദ്യം ഒന്നും മനസ്സിലായിട്ട് എല്ലാവർക്കും തന്നെയാണ് അവസ്ഥ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്നോട് ഈ ബിസിനസ് ആദ്യമായിട്ട് പല സമയത്ത് ഞാൻ നോ പറഞ്ഞതാ, എനിക്ക് താല്പര്യമില്ല. എന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ പയമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോണ സമയത്ത് എന്റെ സുഹൃത്തായിട്ടുള്ള ഒരു സുഹൃത്ത്, അയൽവാസിയായിട്ട് ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല, ഞാൻ ഏറ്റെടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം വീട്ടിലെ സാഹചര്യമാണ് അന്ന്. കാരണം ഞാൻ രാവിലെ പേപ്പർ ഇടാൻ പോകും, വൈകുന്നേരം സ്റ്റോറി അടിക്കാൻ പോകും. അതുപോലെ വെക്കേഷൻ സമയത്ത് കൽപ്പണിക്കാരെ കൂടെ കയ്യാളായിട്ട് പണിക്കും പോകും. കാരണം വേറൊന്നുമല്ല, എന്റെ വീട്ടിൽ അച്ഛനല്ല കുടുംബം നോക്കുന്ന അമ്മയായിരുന്നു ആ സമയത്ത്. കാരണം അച്ഛൻ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയും അമ്മ വീട്ടുജോലിക്ക് പോയിട്ട് കുടുംബം നോക്കുന്ന സിറ്റുവേഷൻ എന്റെ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായത്. തീർച്ചയായിട്ടും അമ്മയെ സഹായിക്കുന്ന മനോഭാവത്തിലാണ് ഞാൻ ജോലികളിലേക്ക് ഇറങ്ങിയത്. എന്റെ 7ാം ക്ലാസ് മുതൽ ഞാൻ ജോലിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അന്ന് മുതൽ ജോലി ചെയ്തുകൊണ്ടായിരിക്കണം എനിക്ക് മനസ്സിലായി, ജോലി ചെയ്ത് രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയി ആവണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ ഒരാളുടെ കീഴിൽ പണിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കഴിവ് പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം സമയം കഴിഞ്ഞാൽ നമുക്ക് പോണം ടെൻഡൻസിയാ. 5 മണി കഴിഞ്ഞാൽ പോണം, 6 മണി കഴിഞ്ഞാൽ പോകണം എന്നൊരു ടെൻഡൻസി ആകുമ്പോൾ പിന്നെ നമ്മുടെ കഴിവ് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ബിസിനസ് ആകുമ്പോൾ നമ്മൾ സമയം നോക്കാതെ പണിയെടുക്കാം, നമ്മൾ മാക്സിമം കഴിവ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയപ്പോ ബിസിനസ്സിനോട് കുട്ടിക്കാലം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായി. എന്ത് ബിസിനസ് ആണ് അടുത്ത ചോദ്യം. ബിസിനസ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, വലിയ പൈസ വേണം. അങ്ങനെ പലതരം ബിസിനസ്സുകൾ ചെയ്തു നോക്കിയിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. ചെറിയ ബിസിനസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ റിലയൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കോഴിക്കോട് നടത്തി നോക്കിയിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ. അതേപോലെ തന്നെ ഞാൻ ഗ്രീസിന്റെ ഓയിലിന്റെ ഒക്കെ ഒരു ബിസിനസ് ഒന്നും പറഞ്ഞുകൂടാ, അതിനെ കച്ച നമ്മള് സാധനം സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഒരു ബിസിനസ് എനിക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 17 വയസ്സ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന് 3 വർഷം ശക്തമായിട്ട് പ്രവർത്തിച്ച് +2 പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചറേക്കാളും വലിയ വരുമാനം വാങ്ങി ജീവിതത്തിൽ രക്ഷപ്പെടുന്ന 100% വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് 2011 മണിയച്ചീന്റെ പേരും പറഞ്ഞ്, ഇതൊരു മണിയച്ചീൻ പരിപാടിയാണ്, താളെ ചേർക്കുന്ന ഏർപ്പാടാണ്, ആളെ പിടിക്കുന്ന പരിപാടിയാണ് എന്ന കാഴ്ചപ്പാടിൽ ഗവൺമെന്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ടോട്ടലി ഓൾ ഓവർ ഇന്ത്യ അത് ബാൻ ചെയ്യുന്ന ഒരു കാലഘട്ടം. അന്ന് എന്റെ ബിസിനസ് തമിഴ്നാട്ടിൽ ഞാൻ കോയമ്പത്തൂരിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, വളരെ ചെറിയ പ്രായം 19-21 വയസ്സിൽ ഞാൻ തമിഴ്നാട്ടിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് വലിയൊരു പ്രയാസം ഉണ്ടാക്കിയത്. അന്ന് നമ്മള് വലിയൊരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീഴുന്നൊരവസ്ഥയാ, അതായത് പുറംപൊളിഞ്ഞു. പക്ഷെ അന്നത്തെ ആ വീഴ്ചയോട് കൂടി ഒരു കാര്യം പഠിച്ചു,
കാരണം പിന്നീട് ഈ പരിപാടി ചെയ്യൂല. അങ്ങനെ 2 വർഷക്കാലം ബിസിനസ്സിൽ 2015 ഐ ഡി എനിക്ക് ധനീഷ് കുമാർ സാർ കേരളത്തിൽ നിയമം വന്ന സമയം തന്നെ ഐ ഡി കിട്ടി. കാരണം നമ്മൾ ഓൾറെഡി തെളിയിച്ച ഒരു തവണ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം എന്നെ 2015 തന്നെ എനിക്കൊരു ഐ ഡി അടിച്ചു. ആ ഐ ഡി അടിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഐ ഡി അടിച്ചോ ഞാൻ തൽക്കാലം പിന്നെ നോക്കാം എന്നും പറഞ്ഞ് മാറ്റിവെച്ചു. അദ്ദേഹത്തിന്റെ സംസാരം എന്റെ സംസാരം രണ്ടും ഓപ്പോസിറ്റാ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ലൗഡായി സംസാരിക്കും, അദ്ദേഹം വളരെ സൈലന്റ് ആണ്. അപ്പോ അദ്ദേഹത്തിന് എന്നെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. വളരെ തന്ത്രപരമായിട്ടാണ് 2 വർഷത്തിന് ശേഷം അദ്ദേഹം എന്നെ കീഴ്പ്പെടുത്തുന്നത്. ഒരു പെണ്ണ് കാണാൻ വേണ്ടി അദ്ദേഹത്തിന് സഹായം ചോദിക്കുകയും അങ്ങനെ അദ്ദേഹം വരികയും അങ്ങനെ അദ്ദേഹം പെട്രോൾ അടിക്കാൻ വേണ്ടി പൈസ ആവശ്യപ്പെടുകയും ആ ആവശ്യപ്പെട്ട പൈസ പെട്രോൾ അടിക്കാനല്ലായിരുന്നു, എനിക്ക് സാധനം തരാനായിരുന്നു. ഈ തരത്തിൽ വളരെ തന്ത്രപരമായിട്ടാണ് അദ്ദേഹം എന്നെ 2017 തുറക്ക സമയത്ത് എന്നെ അദ്ദേഹം ലോക്ക് ചെയ്തത്. 2017 ജാനുവരിയിൽ ഞാൻ ചെയ്യാനൊരു കാരണം 2017 നവംബറിൽ എന്റെ കല്യാണമാണ്. കാരണം ബിഫോർ മാരേജ് എന്ന് പറയുന്നത് യൂത്ത് ആയിരുന്നു. ആ സമയത്ത് വളരെ യൂത്ത് ആയതുകൊണ്ട് ഈ ബിസിനസിന്റെ ആവശ്യമൊന്നും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണം മുമ്പിൽ വന്നപ്പോഴാണ് കാറ് വാങ്ങണം അല്ലെ അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് വരികയും നല്ലൊരു ലൈഫ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാല് നമ്മൾ പിന്നീട് ബിസിനസ് ചെയ്യാന്ന് തീരുമാനം എടുക്കുന്നത്. അപ്പൊ 2 വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ 2 വർഷത്തിന് ശേഷമാണ് ഈ ബിസിനസ്. 1 വർഷം ഞാൻ പാർട്ട് ടൈം ആയിട്ട് എറണാകുളത്തൊരു വെസ്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ സ്വിച്ചസ് കമ്പനിയുടെ കേരള ഹെഡിലായിരുന്നു ഞാൻ ആ സമയത്ത്, എന്റെ 26ാമത്തെ വയസ്സിൽ. അന്ന് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഭുവനേഷ് സാറെ 17ാം വയസ്സിൽ +2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ. +2 കംപ്ലീറ്റ് ചെയ്യാത്ത ഞാൻ MBA കാരനെ പണിയെടുത്തോണ്ടിരിക്കുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യമുള്ളൂ, 17ാം വയസ്സിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്നൊരു MBA കാരനെ പണി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എനിക്ക് മനസ്സിലായി. ഒരു 3 കൊല്ലം ഡയറക്ട് സെല്ലിംഗ് ഫീൽഡിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിച്ചപ്പോ മാർക്കറ്റിംഗ് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു 5 കൊല്ലം കൂടെ നമ്മളൊന്ന് ഡയറക്ട് സെല്ലിംഗ് ചെയ്താൽ ജീവിതത്തിൽ പരാജയപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റുമെന്ന പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ് 2017 ജനുവരി 1 ഞാൻ ഈ ബിസിനസ് എടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഈ ബിസിനസ് എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം അല്ലെങ്കിൽ ജീവിത വിജയം നേടണം വെച്ചാൽ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്, ഞാൻ പറഞ്ഞത് എനിക്ക് എടുത്തുചാട്ടക്കാരനാണ്, വളരെ ദേഷ്യക്കാരനാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഞാൻ എന്റെ ഒരു തവണ എന്റെ അസോസിയേറ്റ്സ് ഞാൻ TC റാങ്കിൽ നിൽക്കുമ്പോൾ എനിക്ക് സംശയം ഇവരാരും എന്നെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാത്തൊരു അവസ്ഥ എനിക്ക് തോന്നി. എന്നേക്കാൾ മുതിർന്നവരാണ്, എന്നേക്കാളും ജീവിതാനുഭവമുള്ള ആൾക്കാരാണ് എന്റെ ടീം അംഗങ്ങൾ എല്ലാവരും, ഞാൻ മാത്രമാണെന്ന്. AICയിലും GCയിലും ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഞാനാണ്. ആ പ്രായം കുറഞ്ഞ പ്രശ്നം എനിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു ലീഡേഴ്സ് മീറ്റിൽ ചോദിച്ചു എന്താണ് എന്റെ പ്രശ്നം എന്ന് അവരോട് ചോദിച്ചു. ഞാൻ ധൈര്യമായിട്ട് എഴുതിക്കും, നിങ്ങൾക്ക് എന്നെ പറ്റി എന്ത് തോന്നിയാൽ നിങ്ങൾ എഴുതിക്കോ, കാരണം എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എല്ലാവർക്കും ഞാൻ വെള്ള പേപ്പർ കൊടുത്തു ഞാൻ എഴുതിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഒരാള് എല്ലാവരും എഴുതുകയാണ്, നിങ്ങളെ ദേഷ്യം കുറച്ചൊന്ന് കുറയ്ക്കണം, ടീം ഉണ്ടാവില്ല അങ്ങനെ പോയാൽ. സത്യം പറഞ്ഞാൽ അവർ അന്ന് ഒരു കറക്റ്റ് ചെയ്തതാണ്. പിന്നീട് എന്റെ ദേഷ്യത്തിൽ ഒരു മാറ്റം വരികയും ആ മാറ്റം വന്ന ദേഷ്യത്തെ പിന്നീട് ഇവര് പറയാണ്, വന സാറേ നിങ്ങൾ പോയിട്ടുണ്ട് ചീത്ത പറയും. അപ്പൊ ശരി, അപ്പൊ ഞാൻ ചീത്ത പറയുമ്പോൾ അവർക്ക് പ്രയാസമില്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം അത് അവരൊന്ന് തുറന്ന് പറയിപ്പിച്ചതുകൊണ്ട് മാത്രം, മറ്റ് പഴയ ദേഷ്യം വെച്ച് പോകുന്ന ടീമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ തരത്തില് ഒരു മാറ്റം ഉണ്ടാക്കാൻ ടീം കാരണവും കമ്പനി കാരണവും ഒക്കെ നമുക്ക് ഉണ്ടായി. അതുപോലെ തന്നെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനൊരു പാഠം പഠിച്ചത്, ഞാൻ മനസ്സിലാക്കിയൊരു പാഠം, നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് മറ്റുള്ളവർ പഠിപ്പിക്കുന്നതാണെന്ന് മനസ്സിലായി. നമുക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലായി. അപ്പൊ അത് മനസ്സിലായ സമയത്ത് ഞാനൊരു കാര്യം ചെയ്തു. എനിക്ക് ശരിയല്ലാത്ത എന്റെ പ്രശ്നം ആറ്റിറ്റ്യൂഡാണ്, എന്റെ മനോഭാവം ശരിയല്ല. എന്റെ വിശ്വാസം, എനിക്ക് ഇന്നെ തന്നെ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് എന്നത്തെ വിശ്വാസമില്ല. എനിക്ക് കമ്മിറ്റ്മെന്റ് എന്ന സാധനമില്ല. ഒരാൾ പറഞ്ഞനുസരിച്ച് സ്വഭാവമില്ല. അതെന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ABCD എനിക്കില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു പഠിപ്പിച്ചാൽ മതി. ടീമിനെ വിളിച്ചു കൂട്ടി ഞാൻ കാര്യം പറയും. ഞാൻ എടുക്കുന്ന എല്ലാ ട്രെയിനിങ്ങിലും ABCD പറയാണ്ട് ഞാൻ പോവാറില്ല. കാരണം എനിക്ക് നന്നാവണം, എന്റെ ആറ്റിറ്റ്യൂഡ് ശരിയാക്കണം, എന്റെ ബിലീഫ് ശരിയാക്കണം, എന്റെ കമ്മിറ്റ്മെന്റ് ശരിയാക്കണം, എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ശരിയാക്കണം. അത് എനിക്ക് ശരിയാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എല്ലാ ട്രെയിനിങ്ങിലും ഈ ABCD ഇങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞ് പ്രസാദ് സാറ് പറഞ്ഞ പോലെ ഒരു മനുഷ്യന് ബോധമനസ്സും ഉബോധ മനസ്സും ഉണ്ട്. ആ ബോധ മനസ്സെന്ന ഒരു കാര്യം ഉബോധ മനസ്സിൽ എത്തുമ്പോഴാണ് സക്സസ് ഉണ്ടാകുന്നത് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ ഉബോധ മനസ്സ് പൊട്ടനാണെന്നും പറയാറുണ്ട്. കാരണം ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ ഉബോധ മനസ്സ് കേൾക്കില്ല പോലെ, ഒരു കാര്യം പല തവണകളായിട്ട് പറയണം പോലും, ഒരുപാട് തവണകൾ പറയണം പോലും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആറ്റിറ്റ്യൂഡ് പല തവണ പറഞ്ഞപ്പോ എന്റെ മനസ്സ് കേൾക്കുകയും അങ്ങനെ എന്റെ സ്വഭാവങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവുകയും എന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ ഒന്ന് കാണുന്നത് എന്റെ പണത്തിന് മുകളിൽ ഇത്തരം മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചതുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ എന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എപ്പോഴും പറയുന്നത്, കാരണം പണം അത് വരും, 10,000 രൂപ മാസം ശമ്പളം തരാം, നിങ്ങൾ പണിയെടുത്താന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയൊക്കെ പണിയെടുത്തുണ്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1000 രൂപ കൂലി തരാന്ന് പറഞ്ഞാൽ എന്നെ ആരൊക്കെ പണിക്ക് കൊണ്ടുപോയിട്ടുണ്ടോ ആ 1000 രൂപ എനിക്ക് കൂലി കിട്ടിയിട്ടുണ്ട്.
പിന്നെ എന്തിനാ 2:10 കിട്ടും? സംശയിക്കേണ്ട കാര്യം എന്താ? 2:10 പണിയെടുത്താൽ അതും കിട്ടും. പിന്നെ അതോടെ പറയേണ്ട കാര്യമില്ല, കിട്ടിയിരിക്കും. അപ്പൊ നമ്മൾക്ക് തരാം എന്ന് പറഞ്ഞ പൈസ തരും. പക്ഷെ അതല്ല ജീവിത വിജയം. അല്ലാത്ത കുറെ കാര്യങ്ങൾ ഈ ഡയറക്ഷനിൽ കൂടെ മാത്രം നേടാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഒരു സ്റ്റേജിന്റെ മുകളിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ആൾബലം ഉണ്ടാകുന്നത്. ഇന്ന് കേരളത്തിന് പുറത്തോ എവിടെ പോയാലും നമ്മൾ ലോക്കാവുന്നില്ല, പ്രശ്നമാവുന്നില്ല. അവിടെ എല്ലാത്തിനും നമുക്ക് ആൾബലമുണ്ട്. ഈ തരത്തിൽ ഒരുപടി മറ്റൊരുപാട് ബെനിഫിറ്റ്സുകൾ മൈലേജ് സീറുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ 2017 ബിസിനസ് തുടങ്ങുകയും ആദ്യത്തെ ഒരു വർഷം ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് നോക്കി. വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ കേരളത്തിലെ ഓരോ ജില്ലകളിൽ തന്നെ പ്രവർത്തനങ്ങൾ, ഞാൻ കാസർഗോഡ്, തിരുവനന്തപുരം, അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലകളായിട്ടാണ് നമ്മളെ വർക്ക് പോകുന്നത്. അപ്പൊ എനിക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തത്, ആ ജോലി റിസൈൻ ചെയ്ത്, എനിക്കറിയാം ഞാൻ ഡയറക്ടറാണ്, ഞാൻ ഭാവിയിൽ രക്ഷപ്പെടും, എനിക്ക് എന്നെ നല്ല വിശ്വാസമായി, ഞാൻ രക്ഷപ്പെടുന്ന ഉറപ്പായി. ആ വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കണം 10-40 ഞാൻ ശമ്പളമുള്ള ഒരു ജോബ് ഞാൻ റിസൈൻ ചെയ്യുകയും ഞാൻ ധൈര്യമായി എനിക്ക് ജോലി റെഡിയായി തന്നെ ധനീഷ് മാധവൻ സാറാ. കാരണം ഒരു കേരള ഉത്തരവാദിത്തമുള്ള ജോബ് കിട്ടുമ്പോൾ സാലറി ഒക്കെ സംസാരിച്ചൊക്കെ ധനീഷ് മാധവൻ സാറാ. അദ്ദേഹമൊക്കെ സംസാരിച്ച് സെറ്റാക്കിയിട്ടാണ് എനിക്ക് വലിയ ജോലി കിട്ടിയത് എറണാകുളത്ത്. അപ്പൊ ആ ജോലിയെ ഞാൻ എന്ത് ചെയ്തു, തൽക്കാലം മാറ്റി നിർത്തി യൂബർ ടാക്സി ഡ്രൈവറായിട്ട് കൊച്ചിയിൽ ഓടി. ഒരു ടാക്സി എടുത്ത് യൂബർ ടാക്സി ഓടിച്ചിട്ടാണ് പിന്നീട് മൈ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചില്ല. ആദ്യത്തെ ഒരു വർഷം ഞാൻ ഒറ്റ വർഷത്തെ വരുമാനം 30,000 രൂപയാണ്. മൈ ലൈഫ് തുടങ്ങിയ ആദ്യത്തെ ഒരു കൊല്ലത്തെ കറക്റ്റ് പറയാൻ പറ്റും, ഒരു കൊല്ലം 30,000 രൂപ. കാരണം 2017 ജനുവരി 1 തീരുമാനിക്കുക മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യണം. 2018 ജനുവരി കൃത്യമായിട്ട് ടീം കോർഡിനേറ്റർ ഒറ്റ കൊല്ലത്തെ ടോട്ടൽ വരുമാനം 30,000 രൂപ. മാസം 40,000 ശമ്പളം. ഞാൻ ഒരു കൊല്ലം 30,000 രൂപ ഈ പണി എന്തുകൊണ്ട് ഫുൾ ടൈം അടിച്ചെന്ന് ചോദിച്ചാൽ ഇതിന് സാധ്യത കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അല്ലാതെ ഒരിക്കലും മാസം 40,000 രൂപ ശമ്പളം കിട്ടിക്കൊണ്ട് ഞാൻ ഒരു കൊല്ലം 30,000 കിട്ടിയ മൈ ലൈഫിലേക്ക് ചെയ്യാൻ ഞാൻ പൊട്ടല്ലോ. അത് ചെയ്തതിന്റെ കാരണം ഇതിന്റെ നെറ്റ്വർക്ക് മനസ്സിലാക്കി എന്നതാണ്. ഈ നെറ്റ്വർക്ക് കാരണം നാളുകളിൽ വരുമാനത്തിൽ മാറ്റം വരുമെന്നും മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ 2018 ധൈര്യം ഒരു തീരുമാനം എടുത്തു. 2017 ജനുവരിയിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ തീരുമാനമാണെങ്കിൽ 2018 ജനുവരി തീരുമാനം എടുത്തത് മൈലേജ് ഫുൾ ടൈം കെയർ ആയിട്ട് ചെയ്യണമെന്നുള്ളതാണ്. കമ്പനി റാങ്ക് എത്തിയ സമയത്ത് ആ ധൈര്യം, എപ്പോഴൊക്കെ നമ്മൾ ധൈര്യം കാണിക്കുന്നതോ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ കഴിവ് പുറത്തേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാന് മൈ ലൈഫ് ചെയ്യാം എന്നെടുത്ത തീരുമാനം, ആ ധൈര്യം, കാരണം എനിക്ക് സമയമില്ല, ബുദ്ധിമുട്ടുണ്ട്, എക്സ്ക്യൂസ് 100 പറയാനുണ്ട്. പക്ഷെ ആ ധൈര്യമാണ് എന്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത എനിക്ക് കിട്ടിയത്. രണ്ടാമത്തെ ഒരു ധൈര്യം ഞാൻ കാണിച്ചത്, ഞാൻ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ വെച്ച് കാണിച്ച ധൈര്യം. കാരണം എനിക്ക് 2-3 ഫാമിലി ഞാൻ ഹാൻഡിൽ ചെയ്യാണ്ട്. എനിക്കൊരു ഫാമിലി അല്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫും കുഞ്ഞും ഞങ്ങൾ വേറെയാണ്. എന്റെ പെങ്ങളും എന്റെ അച്ഛന്റെ പെങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ് നോക്കണ്ടേ. അതേപോലെ തന്നെ ഭാര്യ വീട്ടിൽ ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനാണ്. അപ്പോ സ്വാഭാവികമായിട്ട് മൈലൈഫ് പോലത്തെ ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്തേക്കാണ് വരികയും ചെയ്യുക. നമ്മൾ ഓൾറെഡി പണക്കാരനാണ് എന്ന കാഴ്ചപ്പാടാണ് അവർക്ക്. പണക്കാരല്ലാതല്ല, അങ്ങനെ പറയാനും നമ്മൾ പാടില്ല. എന്തായാലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെടുത്താണ് അവർ വരുന്നത്. അപ്പം 2-3 വീടിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അപ്പം ആ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ് ചെയ്ത് പോയേ പറ്റുള്ളൂ. അങ്ങനെ 2018 ഉറച്ച തീരുമാനം എടുത്തു, ഈ ബിസിനസ് ഫുൾ ടൈം കരിയർ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇത്രയും ഉത്തരവാദിത്തമുള്ള എനിക്ക്, ഇത്രയും ഫാമിലി ഉത്തരവാദിത്തമുള്ള എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു കൊല്ലം കിട്ടിയ പണി പോരാ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പ്രഷറാവും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ ആകെ ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാവുമല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ എപ്പോഴൊക്കെ പേടിപ്പിച്ചോ ആ പേടിപ്പിച്ച സമയത്താണ് എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള കഴിവിനെ എനിക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. അപ്പൊ കാണിക്കേണ്ടത് ബിസിനസ്സിൽ ധൈര്യമാണ്. ഒരങ്ങാടി തന്നെ പല കടകളുണ്ടാവും. പല കടകൾ എന്ന് പറഞ്ഞാൽ പലചരക്ക് കടകൾ പലതുണ്ടാവും. ഒന്നിൽ കൂടുതലുണ്ടാവും. എന്തുകൊണ്ടാണ് ഒരങ്ങാടി തന്നെ ഒന്നിൽ കൂടുതൽ വരുന്നത്? ആ തുടങ്ങുന്ന വ്യക്തിയുടെ ചങ്കൂറ്റമാണ്. ആ ബിസിനസ്സിന് വേണ്ടത് ധൈര്യമാണ്. ആ ധൈര്യമുള്ളവർക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എപ്പോഴൊക്കെ ധൈര്യം കാണിച്ചോ അപ്പോഴൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്ക് വളരാൻ സാധിച്ചതെന്നുള്ളതാണ്. പിന്നീട് നമുക്ക് വളരാൻ സാധിച്ച ഒരു സാഹചര്യം ഞാൻ വളരെ സാധാരണക്കാരനാണ്. എന്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അല്ലേ, അമ്മ ഒരു വീട്ടമ്മയാണ്, അമ്മമാരൊക്കെ തന്നെ സാധാരണ കൂലിപ്പണിക്കാരനാണ്, ആയ ആൾക്കാരാണ്. ഒരാളും ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും നമ്മുടെ ഫാമിലിയിലില്ല. ഇന്ന് ഞാൻ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവർ ഒരാളും എന്റെ ഫാമിലി, ഞാൻ ആ വലിയ ലൈഫ് സ്റ്റൈൽ അല്ല. ഞാനൊരു ലാൻഡ് മാർക്കിന്റെ ഫ്ലാറ്റ് താമസിക്കുന്നു, ഞാൻ കാറ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത്രയൊക്കെ ആയിട്ടുള്ളൂ, വലിയ സംഭവമായിട്ടൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ പോലും ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി 2018 ധൈര്യം കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 2018 ശേഷം ടീം കോർഡിനേറ്റർ ആയ സമയത്താണ് ദുബായ് കോൺടെസ്റ്റ് വരുന്നത്. സത്യം പറഞ്ഞാൽ ദുബായ് കോൺടെസ്റ്റിനേക്കാളും വലിയ പ്രശ്നങ്ങൾ എനിക്ക് ഇപ്പുറത്തുണ്ട്. അതുകൊണ്ട് ദുബായ് കോൺടെസ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഫോക്കസ്ഡ് അല്ല. പക്ഷെ ഞാൻ അങ്ങ് ഓടി.
കിട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലൊക്കെ കയറുന്ന ഒരു ആഗ്രഹമൊക്കെ ഉള്ളിനുള്ളിലുണ്ടെങ്കിലും വലിയ സംഖ്യ കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ട്രെയിനർ പറഞ്ഞു, നിങ്ങൾ ആ സംഖ്യയെ പേടിക്കുന്നത് ലഡു ഉറുമ്പിന് ഇഷ്ടമാണ്, ലഡു ഉറുമ്പിന് ഇഷ്ടമാണെന്ന് കരുതി ഒരു ലഡു എടുത്ത് ഉറുമ്പിനെ തലയിൽ വെച്ചാ ഉറുമ്പ് ചത്തുപോകും. എന്നാൽ ആ ലഡു ഒന്ന് പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് തിന്നോളും എന്ന ഒരു പോയിന്റ് തലയിൽ കയറുകയും, അപ്പൊ ഞാൻ മനസ്സിലാക്കി 20 ലക്ഷം രൂപ ടാർഗറ്റ് ഞാൻ അങ്ങ് ഉറുമ്പിന് ലഡു കൊടുക്കുന്നത് പോലെ പൊടിച്ചങ്ങ് കൊടുത്തപ്പോ സത്യം പറഞ്ഞാൽ അന്ന് ദുബായ് ട്രിപ്പ് സെക്കൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻ നടക്കുമ്പോ ബെല്ലി സാറിന്റെ ഓരോ ഓർഗനൈസേഷനിലെ ധനീഷ് മാധവൻ സാറെ ടോട്ടൽ ടീമില് TC റാങ്കിന് ടാർഗറ്റ് വെച്ച് ഞാൻ മാത്രമാണ് അന്ന് ദുബായ് ട്രിപ്പ് അച്ചീവ് ചെയ്തത്. അന്ന് ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു, ഈ ടീമിലേക്ക് മെസ്സി ഏറ്റവും പ്രശ്നക്കാരൻ ഞാനാണ്, ഏറ്റവും ആവശ്യക്കാരൻ ഞാനാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആൾ ഞാനാണെന്ന് മനസ്സിലായി. കാരണം അങ്ങനെ ആളുകളെ അത് ഓടുള്ളൂ. നല്ല കടമുള്ള, നല്ല കടമയുള്ള, നല്ല സ്വപ്നമുള്ള അത്തരം ആളുകൾ മാത്രമേ ഡയറക്ട് സെല്ലർ ആവുള്ളൂ, അല്ലെങ്കിൽ ഓടുള്ളൂ. സത്യം പറഞ്ഞാൽ അങ്ങനെ 2018 ഓട്ടം ഓടിയപ്പോ 2019 ഓട്ടം തന്നെ ചില്ലറ ഓട്ടമൊന്നല്ല, അന്ന് ദൈവം എന്നെ കൽപ്പിച്ചുകൊണ്ട് കൊണ്ടുവച്ച ഏരിയ നാണം കെട്ടൊരു ജീവിതത്തിൽ 2018 TC ആയ സമയത്ത് എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം വീടിന്റെ വാടക പോലും കൊടുക്കാൻ കൊച്ചിയിൽ പറ്റാതെ, കാരണം ജോലിയിൽ റിസൈൻ ചെയ്തു, മൈലൈഫ് ഫുൾ ടൈം ആയിട്ട് ചെയ്തു, മൈലൈഫ് ചെയ്ത് പെട്ടുപോയി തോന്നിയ സിറ്റുവേഷൻ, നിർത്തിപ്പോകാൻ പലവട്ടം തോന്നിയ സിറ്റുവേഷൻ, ആ നിർത്തിപ്പോകാൻ തോന്നുന്ന സമയത്തൊക്കെ വായിച്ച ഒരു പുസ്തകത്തിൽ ഒരു വാചകമുണ്ട്, ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടുന്നത് വിജയത്തിന്റെ തലേദിവസമാണെന്നുള്ള വാചകം. ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടുന്നത് വിജയത്തിന്റെ തലേദിവസമാണെന്നുള്ള ഒരു വാചകം എന്റെ ഉപബോധ മനസ്സിൽ എവിടെയോ തങ്ങിക്കിടന്നുകൊണ്ടായിരിക്കണം എപ്പോഴൊക്കെ നിർത്താൻ തോന്നിയോ ഒന്നുകൂടി എന്ന പ്രതീക്ഷയുടെ തിരി വിട്ടുപോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതാണ് വിജയത്തിന് മറ്റൊരു കാരണം. അങ്ങനെ 2018 തുടങ്ങിയ ബിസിനസ് എറണാകുളത്ത് വാടക കൊടുക്കാൻ പോലും പറ്റാത്ത, നിർത്തിപ്പോകാൻ തോന്നിയ ബിസിനസ് ഒരു തീരുമാനം, ഒരു ധൈര്യം കൂടി ഞാൻ കാണിച്ചു, ഒരു ധൈര്യം കൂടി കാണിച്ചു. മറ്റൊന്നുമല്ല, ആ വാടക വീട് ഒഴിവാക്കി. കാരണം ഭാര്യ വീട്ടിൽ പോയിരിക്കാനുള്ള ചമ്മല്. എന്റെ 2018 TC സമയത്ത് എന്റെ വൈഫ് പ്രഗ്നന്റ്, റൂബി റാങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു എറണാകുളത്ത്. റൂബി റാങ്കിലെ ഞാൻ ബിസിനസ് തുടങ്ങിയത് പെണ്ണ് കണ്ടുവന്ന സമയത്തായിരുന്നു. അപ്പൊ റൂബി റാങ്കിൽ എത്തിയപ്പോ കല്യാണം കഴിഞ്ഞു, ചൊറ്റാനിക്കര അമ്പലത്തിൽ വെച്ചിട്ട് എറണാകുളത്ത്. അങ്ങനെ അന്ന് എന്റെ കുഞ്ഞു വാവ ജനിക്കുന്നത് 2018 അപ്പോ ആ സമയത്ത് വൈഫ് പ്രഗ്നന്റ് ആയ ടൈമില് എനിക്കൊന്നും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, മോളെ നീ പൊക്കോ. കാരണം അന്നൊരു 5000 രൂപയുടെ പൈസ ഇല്ലായിട്ട്, സ്റ്റോക്ക് എടുക്കാൻ പൈസ ഇല്ലായിട്ട് അനീഷ് ബാബു സാറാണ് എനിക്കൊരു 5000 രൂപയുടെ സാധനം കടത്തുന്നത് എന്ന് പറഞ്ഞു. അഭിനേഷ് ഇങ്ങനെ വിറ്റിട്ട് പൈസ തന്നാതിടാ എന്നും പറഞ്ഞ അനീഷ് ബാബു സാർ കൊച്ചിയിൽ എന്നെ സഹായിക്കുകയും, അങ്ങനെ ജോലി കിട്ടാൻ വേണ്ടി അനൂപ് സാറോട്, സാറേ എനിക്ക് അനീഷ് സാറും അനൂപ് സാറാ കൊച്ചിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്, അനൂപ് സാറേ എനിക്ക് ജോലി വേണം, വൈഫിന് താങ്ങുന്നില്ല, രണ്ടുപേരും ബിസിനസ് നീങ്ങുന്നില്ല. അപ്പൊ വൈഫ് കല്യാണം കഴിഞ്ഞോട് വന്നിട്ടുള്ളൂ, കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പോഴേക്ക് അവൾക്ക് ജോലി തരപ്പെടുത്തി, ജോലി സെറ്റാക്കി അവൾ ജോലി കയറാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അറിയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചടങ്ങൊന്നുമില്ല, മോളെ നീ നല്ല വീട്ടിൽ പോക്കോന്ന് പറഞ്ഞ് നേരെ വൈഫ് ഹൗസ് കൊണ്ടാക്കി. കോഴിക്കോട് ഞാൻ വൈഫിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ എനിക്ക് നാണക്കേടാണ്. ഭാര്യ വീട്ടിൽ പോയി കൂടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം എനിക്ക് വാടക കൊടുക്കാൻ പറ്റായിട്ട് അവിടെ പോയി കൂടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടല്ലേ. കുറെയൊക്കെ ധനീഷ് മാധവൻ സാറിന്റെ വീടിന്റെ താഴത്തെ മുറിയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഭാര്യ വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെ അവിടെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ച് എന്റെ അമ്മയും പെങ്ങളും, അത് വല്ലാത്ത വിഷമമുള്ള സംഭവമാണ് പറയാൻ. എന്റെ അമ്മ ആ സമയത്തൊരു വീട്ടിൽ ജോലിക്ക് പോണ സമയത്ത് എറണാകുളത്ത് പ്രായമുള്ള ഒരു അമ്മച്ചിനെ നോക്കാൻ വേണ്ടി അവിടെ പോവുക. ഇനി 26 വയസ്സായിട്ട് പോലും ഞാൻ അമ്മയോട് കൈനീട്ട്, അമ്മേ 100 രൂപ ഇത് അമ്മ വീട്ടുപണിക്ക് പോണ പൈസ കൈന്ന് വാങ്ങി 26 വയസ്സായിട്ട് എനിക്ക് ഇന്നെ കൊണ്ട് നാണക്കേട്, എനിക്ക് ഇന്നോടൊരു ദേഷ്യം വരുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് അമ്മ പണിക്ക് പോണു, എന്റെ പെങ്ങള് മറ്റൊരു അസുഖമായി ബന്ധപ്പെട്ട് അവളുടെ ട്രീറ്റ്മെന്റില് ഒരു സ്ഥലങ്ങളില് 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരു തരത്തിലും ബിസിനസ് മുന്നോട്ട് പോകാൻ മാനസികാവസ്ഥ കിട്ടുന്നില്ല, വരുമാനമില്ല, ഭാര്യ പ്രഗ്നന്റ് ആണ്. സത്യം പറഞ്ഞാൽ TC റാങ്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവം ഞാൻ അനുഭവിച്ചത്. TC റാങ്കിൽ നിന്ന് ഒറ്റക്കാര്യം, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോ അന്ന് എനിക്ക് കഷ്ടപ്പാടായിരുന്നെങ്കിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ ദൈവം മനഃപൂർവ്വം ചെയ്തതാ. നേരെ എന്നെ ദൈവം കൊണ്ടിട്ടത് ഭാര്യ വീട്ടിലാ. എറണാകുളത്ത് ലോറി ഓടിച്ച് ഒറ്റയ്ക്ക് ലോറിയിൽ കംപ്ലീറ്റ് എന്നെ കട്ടിലും കിടക്കൊക്കെ രാത്രി ഞാൻ സാധനം അവിടെ നിന്ന് കൊണ്ട് കടത്തി. അവിടെ നേരെ എറണാകുളത്ത് നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് ഭാര്യ വീട്ടിലേക്ക്. നാണം കെട്ട ഒരു സീനാണത്. നേരെ ഭാര്യ വീടിനകത്തോട്ട് ഞാനിങ്ങനെ ലോറിയിൽ എന്നെ കട്ടിലും കിടക്കയും കൊണ്ടുപോവുക. എന്നിട്ട് ഭാര്യ വീടിന്റെ തട്ടുപുറത്ത് ഞാൻ എന്റെ കട്ടില് വെച്ച് അമ്മയപ്പന ചെയ്തിരുന്നത് ഭാര്യന്റെ അച്ഛൻ. ഞാൻ റാങ്ക് TC റാങ്കില്ല. അങ്ങനെ തട്ടുംപുറത്ത് അതൊക്കെ വെച്ച് കണ്ട് കെട്ടി എന്നിട്ട് താഴത്ത് എന്റെ അമ്മ ഓർത്തൊരു വീടാ, പാവപ്പെട്ട വീട്ടുകാരാണ് അവര്, ഭാര്യ വീട്.
ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വീട്ടിൽ കയറി ചോദിച്ചതാ, പെണ്ണ് തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അവര് സ്നേഹത്തോടെ അന്വേഷിക്കാൻ ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അന്വേഷിച്ചു. അപ്പൊ എനിക്കൊന്നുമില്ല, വീടില്ല, അച്ഛനില്ല, സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്. തന്നാ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് മാത്രം ഒറ്റ വാക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആ വാക്ക് പാലിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ടാണ് ഞാനിത് ചെയ്തത്. നേരെ അവളെ വീട്ടിൽ കൊണ്ട് പോയി നിന്നത്. അങ്ങനെ ഇത് എന്റെ ഉള്ളിൽ ആളിക്കത്തുന്ന ഫയർ. അങ്ങനെയാണ് DC റാങ്ക് എന്ന്. എങ്ങനെയാണ് ദുബായ് അടിച്ചത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ നിന്നാണ് ഞാൻ ദുബായ് അടിക്കുന്നത്. ഞാൻ നേരെ ഭാര്യ വീട്ടിൽ നിൽക്കുന്നു. അവിടുന്ന് രാവിലെ 7 മണിക്ക് അമ്മായിപ്പൻ എഴുന്നേക്കുന്നതിന് മുമ്പേ, കാരണം എന്താ, സ്വന്തം വീട്ടിലാണെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ നേരം വെക്കും, കുളിക്കാൻ നേരം വെക്കും, പല്ലിക്കാൻ നേരം വെക്കും. ഭാര്യ വീട്ടിലായതുകൊണ്ട് ആരെ കൊണ്ടും പറയിപ്പിക്കുന്നതെല്ലാം വെച്ചിട്ട് നേരത്തെ എഴുന്നേറ്റ്, സത്യം പറഞ്ഞാൽ എന്നെ 9 മാസം ദൈവം മനഃപൂർവ്വം കൊണ്ടിട്ടതാ ഭാര്യ വീട്ടിൽ. ഇല്ലായിരുന്നെങ്കിൽ എന്റെ സ്വഭാവം വെച്ച് ഞാൻ 7 മണിക്ക് വർക്കിന് പോകില്ല. രാവിലെ മോർണിംഗ് വർക്ക് 7 o'clock അന്ന് ശീലിച്ചു പോയതാ മോർണിംഗ് വർക്ക്. അന്ന് എങ്ങനെ എനിക്ക് രാവിലെ പുറത്തിറങ്ങിയ പ്രശ്നമാണ്. 9 മാസം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ 7 മണിക്ക് പുറത്തിറങ്ങും. ഈ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചുമ്മാ അങ്ങ് ഇറങ്ങും, ഡ്രസ് കോട്ടിന് അങ്ങ് ഇറങ്ങും രാവിലെ. അങ്ങനെ 2018 ജനുവരി 1 മുതൽ ശക്തമായ വർക്ക് അങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എവിടെ പോകണമെന്ന് അറിയില്ല. നേരെ എന്റെ പ്രധാനപ്പെട്ട NTC ലീഡർ ശ്രീജ മേഡത്തിന്റെ വീട്ടിലും NTC ലീഡർ സുരാജ് മാഷ വീട്ടിലൊക്കെ 7 മണിക്ക് പോയി അങ്ങ് കുത്തിരിക്കും. അപ്പൊ അന്ന് പണിയൊന്നുമില്ലല്ലോ. എന്റെ 10 ചായ ഉച്ചക്കത്തെ ചോറൊന്നും ഭാര്യ വീട്ടിൽ പോയി കൂടെ തിന്നാൻ തോന്നാത്തതുകൊണ്ട് എന്റെ 10 ചായയും ഉച്ചക്കത്തെ ചോറും ഒക്കെ എന്റെ അസോസിയേറ്റിന്റെ വീട്ടിൽ നിന്നാ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ടീം നല്ല ഐക്യത്തിൽ വരും. കാരണം ഭക്ഷണം അത് പഠിച്ചോടുകൂടി ഇന്ന് ഞാൻ എവിടെ പോയാലും, ഏതൊരു വീട്ടിൽ പോയാലും അവരെനിക്ക് ചായ വെള്ളം തന്നിട്ടില്ലെങ്കിലും ചോദിച്ച് വാങ്ങി കുടിക്കുന്ന സ്വഭാവം എനിക്ക് ഇപ്പൊ ഉണ്ട്. ഒരു ഗ്ലാസ് വെള്ളം തരും, ചുമ്മാ ചോദിക്കും. വെള്ളമൊന്നും വേണ്ട, ചുമ്മാ ചോദിക്കും. കാരണം അവിടെ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോഴും ഒരുമിച്ച് ഉള്ള ഭക്ഷണം കഴിക്കും, ഒരുമിച്ചുള്ള യാത്രയിലുമാണെന്ന് ആ തിരിച്ചറിവ് എന്റെ അനുഭവത്തിലുണ്ടായി. അതുകൊണ്ട് തന്നെ എങ്ങനെ കുറെ അനുഭവിപ്പിക്കാൻ, കുറെ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ ഈ മൈ ലൈഫിലൂടെ സാധിച്ചു. അങ്ങനെയാണ് 2018 ടീം കോർഡിനേറ്ററിൽ നിന്നും 2019 മാർച്ചോടുകൂടി TC എന്ന് പറയുന്ന റാങ്കിൽ നിന്നും STC എന്ന റാങ്കിലോട്ട് ഒറ്റ കൊല്ലം കൊണ്ട് 5 റാങ്കുകൾ മറികടന്നു. ദുബായ് ട്രിപ്പ് അച്ചീവറായി, കാർ അച്ചീവറായിട്ട് മാറാൻ 2018 ഭാര്യ വീട്ടിൽ ഒറ്റ കൊല്ലം നിന്നിട്ടുള്ളൂ. ഒറ്റ കൊല്ലം നിന്ന 9 മാസം എന്റെ വൈഫിനെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടി, ഞങ്ങൾ നടക്കാൻ വേണ്ടി അവളെ വയറുമായിട്ട് പോകുമ്പോ, ആദ്യത്തെ കുഞ്ഞിനെ ഇരിക്കുമ്പോഴുള്ള കാര്യം, ഇപ്പൊ എന്റെ വൈഫ് ഇപ്പം പ്രഗ്നന്റ് ആണ്, 2ാം പ്രഗ്നന്റ് ആണ് അവളിപ്പോ ഇന്ന് 8ാമത്തെ മാസമാണ്. ഞാൻ ഇന്നിപ്പോ അവൾക്ക് വേണ്ടി സന്തോഷം ചെയ്യുമ്പോ എന്റെ മുന്നത്തെ അവസ്ഥയെ വെച്ച് നോക്കുക, 2018 അവസ്ഥ. ഞാൻ ഇവിടെ എങ്ങനെ കൊണ്ടുപോയി, എന്റെ കുഞ്ഞ് ജനിക്കുമ്പോ എവിടേക്ക് ഞാൻ കൊണ്ടുപോയി, വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുപോകും. ഇന്ന് ഞാൻ വീട് പണിതു. അന്ന് ആദ്യത്തെ മൂക്ക് 6 വയസ്സായി. അപ്പോ അന്ന് ഞാൻ എവിടെ കൊണ്ടുപോകും, വാടക കൊടുക്കാൻ പൈസ ഇല്ല. അങ്ങനെയാണ് ഈ ബിസിനസ്സിൽ TCയിൽ നിന്നും സ്പീഡിൽ ഓടിയിട്ട് നമ്മൾ ആഴ്ച വരുമാനം കൂട്ടി 5000 രൂപ 6000 രൂപ വാടക കൊടുക്കണ്ടേ, അങ്ങനെ ഒന്ന് ചേർന്നൊരു വാടക വീട് എടുക്കുന്നത്. അങ്ങനെ ഒന്നുമില്ല, ആ നാണക്കെട്ട ജീവിതം. അച്ഛനൊക്കെ വിചാരിച്ച എറണാകുളത്താണ് നല്ല പൈസ ഉള്ളവരായിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണ എന്നെ പറ്റി അച്ഛൻ ഉണ്ടായിരുന്നു. കാറൊക്കെ ഉള്ള ഒരു മോനാണ്. എനിക്ക് കാറൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ സെക്കൻഡ് കാറ് ഞാൻ മൈ ലൈഫിൽ വന്ന് STC റാങ്കിൽ എത്തിയ സമയത്ത് ഞാൻ 2019 ഞാൻ ആദ്യമായിട്ട് കാറ് വാങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ 2 കാറ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ തരത്തിൽ ബിഗ് ഹീറോ എന്ന് വന്ന എനിക്ക് പോലും മൈ ലൈഫിൽ ഒന്നൊരു ഹീറോ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കാ പറ്റാത്തത്? എനിക്കാച്ച ഒരു കണക്ഷനും ഇല്ല. എന്റെ ബന്ധുക്കളെ സുഹൃത്തുക്കളൊക്കെ 26 വയസ്സ് വരെ നാട് വിട്ടു പോകുന്ന സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായി. ചില എടുത്തുചാട്ടത്തിന്റെ മുകളിൽ ഞാൻ കുറച്ചു കാലം കോയമ്പത്തൂർ തമിഴ്നാട്ടിലായിരുന്നു, കുറച്ചു കാലം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. 26 വയസ്സ് വരെ എന്റെ എടുത്തുചാട്ട സ്വഭാവം കൊണ്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പറയുന്നത് മോശമാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്റെ മാറ്റമാണല്ലോ, അത് പറഞ്ഞേ പറ്റൂ. ആ ഒരു എടുത്തുചാട്ട സ്വഭാവം കൊണ്ട് നാട് വിട്ടു പോകേണ്ട സിറ്റുവേഷൻ 2 തവണ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് എറണാകുളത്തേക്ക് പുതിയ ജീവിതത്തിന് വേണ്ടിയാണ് എറണാകുളത്തേക്കും വിട്ടത്. അതെല്ലാം മറന്നു വിട്ടത്. അതുകൊണ്ട് എന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും ഞാൻ ആരുമായിട്ട് കണക്ഷൻ ഇല്ല. എനിക്ക് സെയിൽസ് എടുക്കാൻ ആരുമില്ല. ഞാൻ എറണാകുളത്തെ ഫ്ലാറ്റിലൊക്കെ ബ്രോഷർ കൊടുത്തിട്ടൊക്കെയാണ് കണക്ഷൻ ഉണ്ടാക്കിയത് എറണാകുളത്ത് നിന്ന്. ടാക്സി പോകുന്ന ആൾക്കാരുടെ നമ്പർ അപ്പൊ ഒരുപാട് ഞാൻ വിളിച്ചു. ആരെ കിട്ടിയാലും അവർ എന്റെ സ്വന്തം സുഹൃത്തുക്കളെ പോലെ വേഗം സ്നേഹിക്കാൻ. അപ്പൊ എന്നെ വിളിച്ച സമയത്ത് ലീഡർ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ സംസാരം, അതായത് പിന്നെ പറ്റാൻ നല്ലൊരു സ്വഭാവമാണ്. ഇതൊന്നും ഉണ്ടായത് ആളല്ലായിരുന്നു ഞാൻ, പക്ഷെ അതൊക്കെ ഇവിടെ അനുഭവിച്ചുണ്ടായി പോയത്. അപ്പം ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ദൈവം തരുന്നത് നമ്മളെ ശക്തി തിരിച്ചറിയാനാണെന്നൊരു കോട്ടുണ്ട്. ദൈവം പ്രശ്നങ്ങൾ തരുന്നത്. സത്യം പറഞ്ഞാൽ അന്നൊക്കെ പ്രശ്നം കിട്ടുമ്പോൾ ഞാൻ ഡൗൺ ആകുമായിരുന്നു എങ്കിൽ സാധാരണക്കാരെ മനസ്സായിരുന്നല്ലോ, പ്രശ്നം ഉണ്ടാവുന്നതിൽ ഡൗൺ ആവും, സാമ്പത്തികമല്ലേ ഡൗൺ ആവും. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഭ്രാന്താവുകയും ചെയ്യാം, ഇത് ഡൗൺ ആവുകയല്ല ചെയ്യുക, ഭ്രാന്തമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. അസാധാരണക്കാരെ മനസ്സായിട്ട് മാറി. ഇന്ന് എന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു പ്രശ്നം വന്നാൽ എന്റെ വിശ്വാസം എങ്ങനെയാണ്, എന്തോ ഒരു പേമാരി മഴ വരുന്നതിന് മുമ്പ് ഇടി വെട്ടുന്നുണ്ടെങ്കിൽ ആ ഇടി വെട്ടി ഉറപ്പാണ് വലിയൊരു മഴ പെയ്യാനുണ്ട്, അല്ലെ? അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കുക. അപ്പൊ ഇടി വെട്ടുമ്പോൾ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്ന പോലെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തോ ഒരു വലിയ അച്ചീവ്മെന്റ് വരാനുണ്ട്. എന്തോ ഒരു വലിയ അച്ചീവ്മെന്റ് വരാനുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ കരയേണ്ടി വരുന്നത്, അല്ലെ എനിക്ക് വിഷമം ഉണ്ടാവുന്നത്.
പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കും. സത്യം പറഞ്ഞ ആ വിശ്വാസം എന്ന് വരെ തുടങ്ങിയോ അന്ന് മുതൽ എനിക്ക് നേട്ടമാണ്. എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന, എന്നെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ സന്തോഷത്തോടെ ചിന്തിക്കും, എന്തോ ഒരു വലിയ അച്ചീവ്മെന്റ് വരാൻ പോകുന്നു, ഒരു കയറ്റത്തിന്റെ ഇറക്കമുണ്ട്. സത്യം പറഞ്ഞ അത്തരം ഒരു വിശ്വാസം ഇന്ന് എന്നെ ഓരോ സമയത്തിലും വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ മറികടക്കാൻ ഈസിയാണ്. എന്ത് പ്രശ്നമാ ഞാൻ മറികടക്കും. എന്ത് കരുതുമ്പോൾ തലയുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഞാൻ മറികടക്കും. ഇത് തരത്തിലോട്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാൻ സാധിച്ചു. അതൊക്കെ മൈ ലൈഫ് സ്റ്റൈലിന്റെ പവറാണ്, ട്രെയിനിങ്ങിന്റെ പവറാണ്. നമ്മളിപ്പോ സാധാരണക്കാരുടെ ആളും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല. അപ്പൊ നമ്മുടെ മനസ്സിന്റെ പവർ തന്നിരിക്കുന്നത് ഈ കമ്പനി ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ്. ഒരു തർക്കമില്ല. ഒരു 5 കൊല്ലം നമ്മൾ പറയാറില്ല, ഏതൊരു മേഖലയിലും ഒരു കർഷക മനോഭാവം ഉണ്ടാവണം. ഇവിടെ ജീവിതത്തിൽ വിജയിക്കാൻ എത്ര സമയം വേണമെന്നൊരു ബോധം, ഒരു കർഷക മനോഭാവം നമുക്ക് വേണം. ഒരു തൈ വെച്ചാൽ എത്ര സമയം കൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നത്, ആ ബോധം വേണം. 5 വർഷം കൊണ്ടാണ് ഞാൻ വെച്ച തൈന്ന് ഫലം കിട്ടുക എങ്കിൽ 5 വർഷം അതിനു വേണ്ടി വെള്ളവും വളവും കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ SSC റാങ്കിൽ നിന്നും കറച്ചിവറാകുകയും പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം SSC റാങ്കിൽ എന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ മാത്രമേ പ്ലാൻ പറയാനുള്ളൂ. ഭവനേഷ് സാർ സൂപ്പർ, ഭവനേഷ് സാർ അടിപൊളി സ്പീച്ച്, ഭവനേഷ് സാർ സംഭവമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ പൊന്തി പോവും. ഞാൻ പൊന്തി പോവല്ലോ. പൊന്തി പോയപ്പോ ഒരു കാര്യം മനസ്സിലായി, ഞാൻ മാത്രമേ ഈ പ്ലാൻ പറയാനുണ്ടാവുള്ളൂ. എല്ലാവരും ഭവനേഷ് സാർ എങ്ങനെ ഉണ്ടെങ്കിൽ നടക്കൂ. ആ സാധനം അന്ന് തുടങ്ങിയതാ വർക്ക്ഷോപ്പ്. SSC റാങ്ക് മുതൽ ചൂടെ വർക്ക്ഷോപ്പുകളൊക്കെ വെച്ച് ടീമിനെ നന്നായിട്ട് ഞാൻ പഠിച്ച കാര്യമൊക്കെ അവരെ പഠിപ്പിച്ചപ്പോ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഫാസ്റ്റ് RTC 2 ലക്ഷത്തി സീലിംഗ് അച്ചീവ്മെന്റ് 2,10,000 ഒക്കെ നാച്ചുറൽ ആയിട്ട് ഒരു ബൾക്ക് സെയിൽസ് ഒന്നും എടുക്കാതെ വളരെ നാച്ചുറൽ ആയിട്ട് 2,10,000 അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് ആവറേജ് ഇന്ന് ടാർഗറ്റ് മന്ത്രി 210 കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ 2 ആഴ്ച കൂടുമ്പോൾ 210 പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് 210 ആക്കുക എന്നുള്ളതാണ് ടാർഗറ്റ്. ഇപ്പൊ മന്ത്രി 210 കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഈ തരത്തിൽ എനിക്ക് വലിയ അച്ചീവറായിട്ട് മാറാൻ ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് സാധിച്ചു. എന്റെ വേറൊരു പ്രത്യേകത, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരാളോട് മത്സരിക്കാറില്ല. എന്റെ അപ്ലൈ ലീഡേഴ്സ് പറയും മത്സരിക്കും, ഞാൻ മത്സരിക്കാറില്ല. കാരണം മത്സരിച്ച് ഈഗോ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്നോടാ മത്സരിക്കുക. എന്റെ ഇന്നലകളോട് ഞാൻ മത്സരിക്കുക. എന്റെ കഴിഞ്ഞ ആഴ്ചയെക്കാട്ടും മെച്ചപ്പെട്ട ആഴ്ചയായിരിക്കണം എനിക്ക് ഈ ആഴ്ച, കഴിഞ്ഞ മാസത്തിനെക്കാട്ടും മെച്ചപ്പെട്ട മാസമായിരിക്കണം എനിക്ക് ഈ മാസം, കഴിഞ്ഞ വർഷത്തിനേക്കാളും മെച്ചപ്പെട്ട വർഷമായിരിക്കണം ഈ വർഷം. അല്ലാതെ ഒരു വ്യക്തിയോട് മത്സരിച്ച് ഈഗോ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്നേക്കാൾ സ്പീഡ് പോകുന്ന ആൾക്കാരും നമ്മളോടൊപ്പം ഉണ്ട്, എന്നെ പോലെ പോകുന്നവരുണ്ട്, എന്നെ അത്ര പോലും സ്പീഡില്ലാത്തവരുണ്ട്. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. പകരം ഞാൻ എന്നോട് തന്നെയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ എല്ലാ രീതിയും നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടോണമെന്നില്ല കേട്ടോ. നിങ്ങൾ ആശീർവാദമായിരിക്കില്ല, ഓപ്പോസിറ്റ് ആയിരിക്കും. അവനവന് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രം എന്റെ എക്സ്പീരിയൻസ് എടുത്താൽ മതി, എല്ലാം എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അത് ചെയ്യുക, കൊണ്ടുപോവുക. നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ സക്സസ് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. വേറൊരു എന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഗ്രോത്ത് നിലനിൽക്കണം, അല്ലെ ഒരു പടി മുകളിലോട്ട് പോകണം. ഒരു കാരണവശാലും ഗ്രോത്ത് താഴേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ താഴോട്ട് പോകേണ്ടി വന്നാൽ അപ്പൊ ഞാനൊന്ന് സ്ട്രോങ് ആവും. അതുവരെ ഞാൻ ഓക്കെയാണ്. ഒന്നെങ്കിൽ ഗ്രോത്ത് മുന്നോട്ട്, അല്ലെങ്കിൽ നിലനിൽക്കണം. കഴിഞ്ഞ ആഴ്ച അതേപോലെ ബിസിനസ് ഉണ്ടാവണം, താഴെ പോകരുത്. അവിടെയാണ് നമ്മൾ എഫേർട്ട് ഇടുന്നത്. അപ്പൊ ഒരു കാരണവശാൽ അങ്ങനെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഗ്രോത്ത് താഴെ പോകരുത്. നിങ്ങൾ ഒരു പടി മുന്നോട്ട് ഈ തരത്തിൽ തന്നെ ആ ഒരു മെച്ചപ്പെടലിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് എല്ലാവരും പ്രവർത്തിക്കണം. അപ്പോൾ 5 വർഷത്തെ എഫേർട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ വേണ്ടു. ഞാൻ എന്റെ വൈഫിനോട് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മയോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മേ, ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗൾഫിലാണ് നിങ്ങൾ വിചാരിച്ചേക്കണം. ഗൾഫിലുള്ള ആള് കല്യാണം കുറ്റൂശ അവിടെ എവിടെ എന്ന് പറഞ്ഞ് എന്റെ ടൈം ഒന്നും വേറെ മാറ്റില്ല. ഞാൻ പ്രവാസിയാണ്. സാധാരണക്കാർ രക്ഷപ്പെടാൻ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, എങ്ങനെയെങ്കിലും അക്കരെ കിടക്കുക. എന്തിനാ ഈ അക്കരെ കിടക്കുന്നത്? റൂം ജോബ് അല്ലെ, റൂം ജോബ് ഇതേ ഉണ്ടാവുന്ന ഒരു പ്രവാസിക്ക്. അല്ലാതെ ഗൾഫ് പോയിട്ട് കല്യാണം കുറ്റൂശ അത് ഇത് 100 കിട്ടും എല്ലാം കഴിഞ്ഞല്ല ജോലി. അത് മൈ ലൈഫിലും അതേപോലെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ സക്സസ് ആണ്. ഒരു 2, 3, 4, 5 കൊല്ലം നിങ്ങൾ പ്രവാസിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ശക്തമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയുള്ള എല്ലാ കല്യാണം കുറ്റൂശയും കൂടാം. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ കല്യാണം കുറ്റൂശൊക്കെ ബോധപൂർവ്വം പോകും. ഞാൻ പോകാത്തതാണിരുന്നു, ഇപ്പൊ ബോധപൂർവ്വം പോകും. വേറൊന്നല്ല, എന്റെ മാറ്റം കാണണം, ഞാൻ പോകുന്ന കാറ് കാണണം, എന്റെ അച്ചീവ്മെന്റ് കാണണം, അറിയണം, സംസാരിക്കണം, കോൺടാക്ട്സ് എടുക്കണം. അതുകൊണ്ടൊക്കെ ഇപ്പൊ എല്ലാ ബന്ധുക്കളെയും സുഹൃത്തിനും കല്യാണത്തിന് പോവുകയും, കുടുംബത്തിൽ എനിക്ക് പേരുദോഷമുണ്ട്, ഭവനേഷ് ഒന്നിനും പരിപാടിക്കും കിട്ടൂല. എന്റെ പരിപാടിക്കൊന്നും ഒരാളും വരൂല. ഈ ഒന്നിനും പോയി, ഈ ഫുള്ള് എന്റെ പണി ബിസിനസ് മാത്രം എന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി ഇയാളുടെ ജില്ലാ കളക്ടറൊക്കെ വെച്ച് കളിയാക്കി. ഇങ്ങനെയൊക്കെ എന്റെ ബന്ധുക്കൾ ചെയ്ത സമയത്ത് ഇന്ന് ഞാൻ ചെയ്തൊരു കാര്യം,
എന്റെ സമുദായത്തിൽ അല്ലെങ്കിൽ എന്റെ കുടുംബത്തില് ഒരു ഒത്തൊരുമയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നെറ്റ്വർക്കിൽ പഠിച്ചു ഞാൻ ഒത്തൊരുമ എന്താണെന്ന്. അത് പഠിച്ചോണ്ട് ഞാൻ എന്റെ കുടുംബത്തിൽ പോയി ഒരു കുടുംബ സംഗമൊക്കെ അങ്ങ് ഉണ്ടാക്കി. ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കുടുംബത്തിലൊക്കെ വിളിച്ച് അവരെ കൊണ്ടുപോയി ടൂറിനൊക്കെ കൊണ്ടുപോയി. എന്റെ അമ്മയും പെങ്ങളും എല്ലാവരും അതോടൊപ്പം ഹാപ്പിയായി. അങ്ങനെ പോയി ഇപ്പൊ മാസം ഞങ്ങൾ കുടുംബങ്ങളെല്ലാം കൂടി ഒന്നിച്ചു കൂടി ഭക്ഷണമൊക്കെ കഴിക്കും. ഇന്ന് ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ എനിക്ക് തന്നെയാ. നീ എന്തെങ്കിലും എല്ലാം നടക്കുള്ളൂ, നീ വേണം എന്ന ലെവലില്. ഇപ്പൊ തറവാട്ടില് അമ്പലത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോകണമെങ്കിൽ പതിനെട്ട് നീ ഒന്ന് സംസാരിക്കാൻ പോകണം. അപ്പൊ ഞാൻ വലിയ കാരണവരായി. അപ്പൊ റിജക്ട് ചെയ്ത ഫാമിലി പോലും നമ്മൾ ഏറ്റെടുത്തു. ഒരാൾക്കും വളരെ സിമ്പിൾ. കാരണം നമ്മൾ മാത്രം കുടുംബത്തിൽ വിജയിച്ച ഒരാളാണ്. മിടുക്കനാണ്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് കളിയാക്കി എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയാലേ മാറി. ഈ തരത്തിൽ നിങ്ങൾ എന്തിനതൊക്കെ പേടിക്കരുത്. ഇതെല്ലാം കൊണ്ടുവരാനുള്ള കപ്പാസിറ്റിയും കഴിവും നമുക്കുണ്ട്. ആരോ എന്തോ പറഞ്ഞോട്ടെ. കാരണം നമ്മൾ ചെയ്യുന്നത് നല്ലൊരു കർമ്മമാണ്. ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഇന്ന് എന്നെ പറ്റി എന്റെ അസോസിയേറ്റ് പറയാണ്, ഭവന സാറിന്റെ ദൈവമാണ്, ഭവന സാറാണ് രക്ഷപ്പെടുത്തിയത് അല്ലെ. അത് എന്റെ പ്രാർത്ഥനയൊക്കെ ഭവന സാർ ഞാൻ ഉൾപ്പെടുത്തും. ഇതിനും വലുത് വേറെ എന്താ വേണ്ടത്? ഇതിനും വലുത് വേറെ എന്താ വേണ്ടത്? എന്റെ വാക്കുകൾ, എന്റെ സംസാരം അല്ലെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് അങ്ങ് കൊടുത്ത് അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കി അവരും ജീവിതത്തിൽ വിജയിക്കട്ടെ എന്ന് അങ്ങനെ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഭാഗമാണ് നമ്മളെല്ലാവരും. ഒരു 5 വർഷം നിങ്ങൾ എഫേർട്ട് ഇട്. ഒന്ന് കഷ്ടപ്പെട്. കഷ്ടപ്പെട്ടവരെ രക്ഷപ്പെടൂ. നിങ്ങൾക്ക് ചടപ്പുണ്ടാവുന്ന, വിഷമുണ്ടാവുന്ന, പ്രയാസം ഉണ്ടാവുന്ന എന്ത് ബുദ്ധിമുട്ട് മൈ ലൈഫിൽ സംഭവിച്ചാൽ നിങ്ങൾ അപ്ലൈനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ അസോസിയേറ്റ് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾക്ക് ചടപ്പുണ്ട്, എന്തോ ഉണ്ടായിക്കോട്ടെ. ആ സമയത്തൊക്കെ നിങ്ങളെ മനസ്സിലെ മന്ത്രം എന്തായിരിക്കണം? നിങ്ങളുടെ മനസ്സിലെ മന്ത്രം കഷ്ടപ്പെട്ടവരെ രക്ഷപ്പെടുന്ന മന്ത്രം മാത്രം മതി. നിങ്ങൾ ലീഡേഴ്സ് ഒന്ന് ഭക്ഷണം കിട്ടാൻ കുറച്ച് നേരം വൈകി, ചൂടെടുത്തു പോയി മീറ്റിംഗ് ഹാളിൽ, നിങ്ങൾക്ക് എന്ത് വെറുപ്പിക്കുന്ന പ്രയാസം വന്നാലും കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടുന്ന ഒരു മന്ത്രം വെച്ച് അങ്ങ് പോയാ ഇതൊക്കെ പാരച്യൂട്ട് പോലെയുള്ളപ്പ, ഇതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ നമ്മൾ പാരച്യൂട്ട് പോലെ ഇത് സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും മൈ ലൈഫ് സ്റ്റൈൽ. പക്ഷെ നിങ്ങൾ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഇതൊന്നും സംഭവിക്കാത്തത്. വളരെ സിമ്പിൾ അല്ലേ മൈ ലൈഫ് ചെയ്യാന്ന് പറഞ്ഞാൽ. അറിയാത്ത വീട്ടിൽ നിന്നും പോയിട്ട് സോപ്പ് വേണോ പേസ്റ്റ് വേണോ എന്ന് ചോദിക്കുന്ന കച്ചവടം അത്ര തരംതാഴ്ന്ന കച്ചവടം അല്ല മൈ ലൈഫ് സ്റ്റൈൽ. നമ്മൾ അറിയപ്പെടുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളുമായിട്ടുള്ള ആൾക്കാരോട് പറയണം, ഞാനൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എന്റെ ഒരു കസ്റ്റമർ ആവണം. ആരാനോ പറയുന്നേ? എന്റെ ബന്ധുവോ സുഹൃത്തോ അയൽവാസി ഒരാളും നോ പറയില്ല. ഞാൻ കസ്റ്റമർ ആവണമെന്ന് ആവശ്യപ്പെട്ടാൽ. കസ്റ്റമർ അല്ലേ, ഒരു സോപ്പ് വാങ്ങിയാൽ പോരെ. നിങ്ങളെ കണ്ടല്ലേ ഞാൻ തുടങ്ങിയത്, നിങ്ങളെ കണ്ടല്ലേ ഞാൻ ഈ പ്രോജക്ട് തുടങ്ങിയത്, നിങ്ങളല്ലേ എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് നിങ്ങളുടെ ബന്ധുവിന്റെ സുഹൃത്തിന്റെ അയൽവാസിന്റെ മുഖത്ത് നോക്കി ചോദിച്ച് ആരാ നിങ്ങൾ ഒഴിവാക്കുക? നിങ്ങളത് ഉഷാറായിട്ട് ചോദിക്കപ്പാ. അങ്ങനെ ചോദിക്കുമ്പോ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കസ്റ്റമർ ആവും എളുപ്പത്തിൽ. കസ്റ്റമർ ആക്കുന്ന പ്രോസസ് എങ്ങനെയാണ്? നിങ്ങൾ ഒരു സോപ്പ് കൊടുക്കുക, ഐഡിയ അടിക്കുക, ഒരു പേസ്റ്റ് കൊടുക്കുക, ഐഡിയ അടിക്കുക. ഐഡിയ അടിച്ച മുഴുവൻ ആൾക്കാരെ GTS എത്തിക്കാനുള്ള പണിയെടുക്കുക. ഇതിനു വേണ്ടി പ്ലാനിങ് ഉണ്ടാക്കുക. വീടിന്റെ അകത്ത് ഒരു ഓഫീസ് ഇട്, വീടിന്റെ അകത്തൊരു ഗോഡൌൺ വെക്കി. വീടിന്റെ അകത്തൊരു ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളും ഒരു കസാരയും, അതാണ് നിങ്ങളുടെ ഓഫീസ്. അവിടെ ഇരുന്ന് കുത്തിരുന്ന് എഴുതി തയ്യാറാക്കി ഐഡിയ അടിച്ചവരാരൊക്കെ എന്റെ അണ്ടറിൽ അവരൊക്കെ വിളിക്കി. GTS ചൊവ്വാഴ്ച ഇന്ന് വൈകിട്ട് നിങ്ങൾ വരൂ, 10 ആളെ വിളിച്ചോ, ഒരാൾ വരും. അങ്ങനെ 10 കണക്കിന് മണ്ണ് നീക്ക്, ഒരു തരി സ്വർണം കിട്ടട്ടെ. 10 കണക്കിന് മണ്ണ് നീക്കിയ ഒരു തരി സ്വർണം കിട്ടും. അങ്ങനെ നിങ്ങൾ ആളുകൾ സെന്ററിലേക്ക് വിളിക്കി. സെന്ററിൽ വന്നില്ല, നിങ്ങൾ വീട്ടിലേക്ക് ഹൗസ് മീറ്റിംഗ് സംഘടിപ്പിക്കി. അതും വന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് 1 to 1 പോലെ പോയി സംസാരിച്ച് പ്ലാൻ പറഞ്ഞു കൊടുക്കുക. മൈ ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നവും മൈ ലൈഫ് സ്റ്റൈൽ പ്ലാനും അതിമനോഹരമാണ്. എന്റെ എക്സ്പീരിയൻസിൽ, ഞാൻ എന്റെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസിലെ മൈ ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഈ പ്ലാനുമായിട്ട് ആദ്യം പോകുമ്പോ പാണ്ടിലോറിന്റെ മുമ്പിൽ തവള നിൽക്കുമ്പോഴാണ് കസ്റ്റമർ നിൽക്കുക. ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാ. പക്ഷെ ഈ പ്ലാനൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ആ ഷെയ്ക്കിന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോണ്ടാവുന്ന അഭിമാനം ഉണ്ടല്ലോ, മൈ ലൈഫിന്റെ പ്ലാന്റെ ബ്യൂട്ടിയാണ്. ആ പ്ലാൻ സുഹൃത്തെ, ഇത് ടീം വർക്കാണ് സുഹൃത്തെ, രക്ഷപ്പെടാൻ സുഹൃത്തെ എന്നും പറഞ്ഞ ആ പ്ലാനൊക്കെ ഒന്ന് വട്ടം വരച്ച് കാര്യം പറഞ്ഞെടുത്തുണ്ടല്ലോ, പിന്നെ അവിടെ അഭിമാനത്തോടു കൂടി നമുക്ക് ഷെയ്ക്കിനോട് ഇറങ്ങാൻ പറ്റില്ല. നാണം കെട്ട് പോരേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല ഒരു വീട്ടിൽ നിന്നും. അവര് ബിസിനസ്സിൽ വന്നോ വന്നില്ല രണ്ടാമത്തെ കാര്യം, അത് അവർക്ക് വേണ്ടായിട്ടല്ലേ. പക്ഷെ ഞാനിത് വളരെ കോൺഫിഡന്റ്. കാരണം പ്ലാൻ കൊടുത്തു പോരുമ്പോ ഭയങ്കര പോസിറ്റീവായിട്ട് ആ വീട് ഞാൻ ഇറങ്ങുന്നത്. അത് അയാളല്ല ചിരിക്കുന്നത്, ഇവിടെ ഞാനാ ചിരിക്കുന്നത് ഒരു പ്ലാൻ കൊടുക്കുമ്പോ. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അവിടെ എനിക്ക് വലിയ ത്രില്ലാണ് പ്ലാൻ കൊടുക്കാൻ, ഫീൽഡിൽ പോകാൻ. ഞാൻ ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളെ കൂടെ ബൈക്കിൽ പോകും. ഞാൻ പുതിയൊരു ബൈക്ക് വാങ്ങി ഫീൽഡിൽ പോകാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫീൽഡിൽ പോകാൻ. പിന്നെ കാറിലാണ്, ഫുൾ ടൈം കാറിലാണ്. ബൈക്ക് പോകാനും ഫീൽഡിൽ പോകാനും പ്ലാൻ കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളെ കൂടെ പ്ലാൻ പറയാൻ പോകും, റീറ്റെയിൽ ചെയ്യാൻ പോകും. ആരും കാണൂല, ഫോട്ടോ ഞാൻ എടുക്കാൻ സമ്മതിക്കൂല. എന്നെ ഫോട്ടോ എടുക്കരുത്. ആ ഫോട്ടോ എടുത്താൽ അത് നിങ്ങൾക്ക് നെഗറ്റീവാ. അയാൾ ഇപ്പോഴും സോപ്പ് ഇട്ട് നടക്കുക, അയാൾ ഇപ്പോഴും പ്ലാൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കും.
അപ്പൊ ഞാനത് എനിക്ക് ത്രില്ലായി പോയി. അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ കൂടെ പുതിയ ലീഡർമാരുടെ കൂടെ ഇന്നും എന്റെ കൂടെ ഒരു ലീഡറുണ്ട്. അദ്ദേഹം കോർഡിനേറ്റർ റാങ്ക് ലീഡറാണ്. അപ്പൊ അദ്ദേഹത്തിന് ബില്ല് ചെയ്തോണ്ടിരിക്കുക. അത് എപ്പോഴും എന്റെ കയ്യിൽ ഒരു പുതിയ ടീം ഉണ്ടാവും, ഒരു വ്യക്തി പുതിയ ആളെന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അദ്ദേഹത്തിന് ഞാൻ ഫോക്കസ് ചെയ്യുള്ളൂ. അദ്ദേഹം ഇല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് അടുത്ത ആളെ നോക്കുള്ളൂ. റിക്രൂട്ട്മെന്റ് ഒരു സെഗ്മെന്റ് ഒരു ലെവൽ റിക്രൂട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കുറെ ആളെ കൊണ്ടുവരുന്നതല്ല കാര്യം, കൊണ്ടുപോകുന്നവരെ കൃത്യമായിട്ട് നോക്കുന്നില്ല കാര്യം. കുറെ ആളെ കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല. ആ കൊണ്ടുവന്ന് അതിന് നിങ്ങൾക്ക് എഴുത്തും കുത്തൊക്കെ വേണം, പ്ലാനിംഗ് ഒക്കെ ഉണ്ടാവണം. പ്ലാനിങ് ഫോളോ അപ്പിനോട് മത്സരിക്കുക. ഏറ്റവും മികച്ച പ്ലാനിങ് ഞാനാണ്, ഏറ്റവും മികച്ച ഫോളോ അപ്പ് ഞാനാണ് ചിന്തിച്ച് നിങ്ങളുടെ പ്ലാനിങ്ങിനോടും നിങ്ങളുടെ ഫോളോ അപ്പിനോടും നിങ്ങൾ തന്നെ മത്സരിക്കുക. അങ്ങനെ മികച്ച പ്ലാനിങ് ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ സക്സസ് ആവാം. അപ്പൊ സക്സസ് ആവുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. അല്ല അവരെ മാതിരി ഡ്രസ് കോഡ് ഇട്ടുകൊണ്ടോ അവരെ മാതിരി മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ സംസാരിച്ചുകൊണ്ടല്ല. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം എങ്ങനെയാണ്, അപ്പൊ അവർ സംസാരിക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വിജയിച്ചവർക്ക് പ്രത്യേകത എന്തോ ഉണ്ട്. ഏതൊരു മേഖലയിൽ പരിശോധിച്ചോ പരാജയപ്പെടുന്നവരാണോ കൂടുതൽ, വിജയിക്കുന്നവരാണോ കൂടുതൽ ചോദിച്ചാൽ അത് മൈ ലൈഫ് എന്നല്ല, ഏതൊരു മേഖലയിലും പരാജയപ്പെടുന്നവരാണ് കൂടുതൽ. പരാജയപ്പെടുന്നവരുടെ ലിസ്റ്റാണ് കൂടുക, വിജയിക്കുന്ന ലിസ്റ്റ് കുറച്ച ഏത് മേഖലയിലും. അപ്പൊ വിജയിച്ചവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ പ്രത്യേകതയെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്കൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതൊരു അത്ഭുതം നല്ലതല്ല. ഇതങ്ങനെ ആവുമ്പോ ടി സി ആകുമ്പോ CTC ആകുമ്പോ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകണമല്ല. CTC ആയിട്ട് പണിനിർത്തി പോകുന്ന ആൾക്കാരുണ്ട്, MTC പണിനിർത്തി പോകുന്ന ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ ടീം എന്ന് പറഞ്ഞാൽ ചങ്ങല വെച്ച് കെട്ടുന്നവരല്ല, ചങ്ങല വെച്ച് കെട്ടുകയല്ല ആൾക്കാർ കയറി വെച്ച് കെട്ടില്ല, സ്നേഹം കൊണ്ടാ കെട്ടി വെക്കുന്നത്. ഒരാളെ വിട്ടുപോകരുത്, ഒരാൾക്കും പ്രയാസം ഉണ്ടാക്കരുത്. ഒരാൾക്കും പ്രയാസമില്ലാതെ സ്വന്തം ബ്രദേഴ്സിനെ പോലെ സ്വന്തം സിസ്റ്റേഴ്സിനെ പോലെ കൊണ്ടുനടക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരു കുടുംബത്തിൽ എനിക്ക് പെങ്ങളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കി എന്റെ പെങ്ങളായിട്ടാ. എനിക്ക് ഏറ്റവും സ്നേഹം എന്റെ ചേച്ചിയോടാ. കൂടുതൽ സ്നേഹം ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ ചേച്ചിക്കാ. എന്റെ ചേച്ചി ഒരുപാട് അടിച്ചിട്ടുണ്ട്, തച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. നല്ല അടി അടിക്കും ഞാൻ. നല്ല അടി അടിച്ചിട്ടുണ്ടെങ്കിലും എന്റെ പെങ്ങൾക്കാണ് എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് അവളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പെങ്ങളെയും നിങ്ങളുടെ ബ്രദേഴ്സിനെയും പോലെ നിങ്ങളുടെ അപ്ലൈൻ ലീഡർമാരെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യിക്കാൻ പറ്റുമോ? അടി നിങ്ങൾ ഉണ്ടായിക്കോ, പക്ഷെ ഒരു ദിവസത്തിൽ കൂടുതൽ ആ അടി നിൽക്കാൻ പാടില്ല. അതിൽ ആദ്യം ആരാണോ മിണ്ടുന്നത് അവരാണ് മഹാൻ. ആ പ്രശ്നത്തിൽ ആദ്യം നിങ്ങൾ അപ്ലൈനും അസോസിയേറ്റുമായിട്ടുള്ള ഇഷ്യൂസിൽ ആദ്യം ആരാണോ കെട്ടിപ്പിടിച്ച്, അതൊക്കെ പോട്ടപ്പാ നിങ്ങളുടെ അനിയനല്ലേ നിങ്ങളുടെ ഏട്ടനല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആദ്യം ആരാണോ നന്നാവുന്നത് അവരാണ് മഹാൻ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സുഹൃത്തുക്കളെ, എന്റെ ഓർഗനൈസേഷൻ 1 ലൈൻ 2 ലൈൻ ഒരു ലീഡർമാരും തമ്മിൽ ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥ ദൈവം സഹായിച്ചു പോകാൻ സാധിക്കുന്നു. സുരാജ് മാഷാണ്, കക്കോട് സ്കൂളിലെ അധ്യാപകനാണ്. എന്റെ അച്ഛനാവാൻ പ്രായമുണ്ട്, പ്രായമിച്ചൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് എന്റെ സ്വന്തം ബ്രദറിനെ പോലെ, അച്ഛനായിട്ട് കാണുന്നത് ശരിയല്ലല്ലോ, കാരണം അദ്ദേഹം സ്വന്തം ബ്രദറെ പോലെ ഞാൻ കാണുള്ളൂ. എന്റെ സ്വരാജ് മാഷെ, എന്റെ ബാലു സാറിനെ, അത് അവർക്ക് എന്തുണ്ടായിക്കോട്ടെ, എനിക്ക് ഒന്നുമില്ല. അവർക്ക് എന്തുണ്ടെങ്കിലും അത് എന്റെ ബ്രദറാണ്, ഏട്ടനാണ്. എന്റെ ശ്രീജ മേഡം എന്റെ മുത്താണ്, എന്റെ ശ്രീജ മേഡം. എന്റെ ഗോപിയോട് പോലും ഞാൻ പറയും, മോളെ നീ എനിക്ക് സെക്കൻഡ് ആണ്, എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്പർ 1 മൈ ലൈഫ് സ്റ്റൈലാണ്. സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ്. എന്നെ എപ്പം വിളിച്ച് കിട്ടില്ല അപ്പൊ ശ്രീജ മാത്രം വിളിക്കും. എന്റെ ഭാര്യ ശ്രീജ എവിടെയാണ് ഏട്ടൻ ചോദിക്കും. അവർക്ക് ഓർമ്മ, എന്റെ ഭാര്യക്ക് ഓർമ്മ, ശ്രീജ മേഡത്തിന് ഓർമ്മ ഉണ്ടാവും. കാരണം ഇത്തരത്തിൽ സ്വന്തം ഒരു സിസ്റ്ററെ പോലെ അല്ലെങ്കിൽ ബ്രദേഴ്സിനെ പോലെ ഇങ്ങനെ എന്റെ ടീമിനെ കൊണ്ടുനടക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ട് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഓപ്പർച്യൂണിറ്റി സാധിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാവരുമായിട്ട് ഒത്തൊരുമയിൽ. നമുക്ക് പറഞ്ഞില്ല, എനിക്കിപ്പോ ഈ ബിസിനസ് എനിക്കില്ലാത്ത കഴിവുള്ള സുബീഷ് സാറ്, എനിക്കില്ലാത്ത കഴിവുള്ള ദിനേഷ് മാധവൻ, എനിക്കില്ല. അദ്ദേഹത്തിന്റെ കഴിവ് എനിക്കില്ല. സുബീഷ് മല്ലിന്റെ കഴിവ് എനിക്കില്ല. വെള്ളിയുടെ കഴിവ് എനിക്കില്ല. അല്ലെ, വെള്ളിസാറെ കഴിവ് എനിക്കില്ല. അനീഷ് സാറ് അതൊക്കെ ഇല്ലാത്തതുകൊണ്ട്, എന്നാൽ എന്റെ ടീമിലെ ആൾക്കാർക്ക് ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പോ എനിക്ക് ഇവരെ കിട്ടിയേ പറ്റൂ. അതിനുള്ള പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ തരത്തില് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ പെരുമാറ്റങ്ങളും നോക്കി വേണം നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് പരാജയം ഉറപ്പാണ്. ഒരു കുടുംബത്തിൽ എങ്ങനെയാണോ അഡ്ജസ്റ്റ് ആവുന്നത്, അതേപോലെ AIGയിൽ ഓർഗനൈസേഷൻ അവരുടെ ഓർഗനൈസേഷനിൽ അഡ്ജസ്റ്റഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. മറ്റുള്ളവർ നമ്മൾ എന്തോ കാണിച്ചോട്ടെ, നമ്മുടെ ക്യാരക്ടറിലൂടെ മുന്നോട്ട് പോവുക. നമ്മൾ ക്യാരക്ടർ മാറ്റാൻ നിൽക്കണ്ട. നല്ല ക്ഷമ, 9 ആളെ ക്ഷമയും ഒരാളെ ബുദ്ധിയും, 9 ആളെ ക്ഷമയും ഒരാളെ ബുദ്ധിയുള്ളവർ മാത്രമാണ് ഒരു ഡയറക്ടർ. ഒരു ഇന്ത്യൻ ഡയറക്ടർ ആവണമെങ്കിൽ 9 ആളെ ക്ഷമയും ഒരാളെ ബുദ്ധിയും വേണം. ഞാൻ എന്റെ പ്രധാനപ്പെട്ട എന്റെ ഒരു ബ്രദർ അല്ലെങ്കിൽ എന്റെ ഒരു അസോസിയേറ്റ് ആയിട്ടുള്ള രാജൻ വട്ടക്കണ്ടി, അദ്ദേഹം ഭയങ്കര സ്ട്രോങ് ആണ് അദ്ദേഹം. എനിക്കൊന്നും അദ്ദേഹത്തെ പിടിക്കാൻ കിട്ടില്ല. അദ്ദേഹം എന്നെ ആറ്റി പായിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കടയിൽ നിന്ന്. എന്നെ മൈലെ പിടിച്ച് പുറകെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ പറഞ്ഞു, സാറേ 4-5 കൊല്ലം അദ്ദേഹത്തിന്റെ പുറകെ ഞാൻ നടന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിക്കുക, ഭാവന സാർ നിങ്ങൾക്ക് എവിടുന്ന് എത്ര ക്ഷമാണ്? ഞാൻ പറഞ്ഞു,
ഡയറക്ടർ ആവണോ 9 ആൾ ക്ഷമയും ഒരാളെ ബുദ്ധിയും വേണം. ഇന്ന് സുഹൃത്തുക്കളെ 1 കോടി ബിസിനസ്സാണ് അദ്ദേഹം എനിക്ക് തന്നത്. ഈ പറയുന്ന രാജ്യം വട്ടക്കണ്ടി അദ്ദേഹത്തിന് ഞാനാണ് കൊണ്ടുവരുന്നത്. സ്വരാജ് സാറിനെ ബിസിനസ്സിൽ ഇറക്കാൻ വേണ്ടി വലിയ എഫേർട്ടാ. കാരണം അദ്ദേഹത്തിന്റെ വൈഫ് ടീച്ചറാണെന്ന് മനോഭാവത്തിൽ ഇരിക്കുക. ഞാൻ അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്ത് ശ്രീജാമരത്തിനെ പോലും അവിടെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ പല അഭ്യാസങ്ങളും നടത്തിയിട്ടാണ് അവർ ഇറക്കുന്നത്. അങ്ങനെ ഈ തരത്തിൽ നല്ല ഒരു എഫേർട്ട് നമുക്ക് ഇടാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടുള്ളൂ. അപ്പൊ കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് നല്ല പ്ലാനിങ്, നല്ല ഫോളോ അപ്പും. എന്തായാലും ജീവിക്കണം, ഏതെങ്കിലുമൊക്കെ മേഖലയിൽ കഷ്ടപ്പെടണം. എന്നാ പിന്നെ ചത്തൊന്നും പോലല്ലോ 5 കൊല്ലം മൈലേ പഠിച്ച് ചെയ്താല്. ഇട്ടങ്ങ് കഷ്ടപ്പെടുന്നേ, ആ വെയിലും മഞ്ഞും മഴയും കൊള്ളുന്നേ, തണുപ്പുണ്ടാവും, ഒക്കെ അനുഭവിക്കുന്നേ. സത്യം പറഞ്ഞ തുടക്ക സമയത്ത് സുഹൃത്തുക്കൾ എന്നോട് വിളിക്കും, ബാക്കി സാറേ കാറിൽ പോലും. ഞാൻ പറഞ്ഞു ഞാൻ കാറിലൊന്നുമില്ല, ബൈക്കില്. അവര് കാറിൽ പോകുമ്പോ ഞാൻ പുറകില് മഴയും കൊണ്ട് ബോധപൂർവം പോവും. എന്തിനാ? അത് കാറിൽ കയറുമ്പോ സുഖം കിട്ടാൻ. എനിക്ക് കാറ് വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ളിൽ എനിക്ക്. അത് കാറ് വാങ്ങുമ്പോൾ സുഖം കിട്ടണമെങ്കിൽ സ്വന്തം നമ്മൾ ആ വെയിലും മഴയും ബോധപൂർവ്വം അനുഭവിക്കണം. കോട്ടില്ലാതെ മഴയും കൊണ്ട് പോണ സമയത്ത് സുബീഷ് മണ്ണിലാണ് എനിക്ക് കോട്ട് വാങ്ങി തന്നത്. കാരണം ഞാൻ മഴയും കൊണ്ട് വർക്ക് ചെയ്യാ, നല്ല ഷൂ ഇല്ല. ആ സിറ്റുവേഷൻ സുബീഷ് മണ്ണില് കരുണ കാണിച്ച് അദ്ദേഹം എനിക്ക് കോട്ട് വാങ്ങിച്ചു തന്നു. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. സുബീഷ് സാർ അക്കൗണ്ടിൽ പൈസ ഇട്ടു, വരും സാറേ പെട്രോൾ അടിച്ചോ, എനിക്ക് മനസ്സിലാക്കി പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയുണ്ട്. അപ്പൊ അതിനൊക്കെ മനസ്സിലാക്കി കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടും. സുഹൃത്തുക്കളെ, ഇന്നത്തെ സിറ്റുവേഷൻ പാടെ മാറി. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ബിസിനസ് ഉണ്ട്, എല്ലാ ജില്ലകളിലും. കാസർഗോഡ് TC ഉണ്ട്, ട്രിവാൻഡ്രത്ത് TC ഉണ്ട്, കേരളത്തിൽ എല്ലാ ജില്ലകളിലും ടീമുണ്ട്. അവർക്ക് ഞാൻ നോക്കുന്നില്ല. ഞാൻ ആകെ 1-2 ജില്ലകളെ നോക്കില്ല. ഞാൻ എറണാകുളത്ത് നിന്നിട്ട് കോഴിക്കോട് ഉണ്ടാക്കിയ ആളാ. എറണാകുളം ജില്ലയിൽ നിന്നിട്ടാണ് കോഴിക്കോട് ടീം ഉണ്ടാക്കുന്നത്. ഭയങ്കര റിസ്ക് ആയിരുന്നു. ആഴ്ചയിൽ വരും, ചെയ്യും. അങ്ങനെ കോഴിക്കോട് വലിയ ടീം ഉണ്ടാക്കി. എറണാകുളത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്, സെറ്റിൽ ആയതാണ് അവിടെ. അവിടെ നിന്ന് ഞാൻ പാലക്കാട് ടീം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ ഞാൻ ടീം ഉണ്ടാക്കുന്നുണ്ട്. എറണാകുളത്ത് ഞാൻ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, അവിടെ ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം. ഇപ്പൊ എനിക്ക് അടുത്ത ടാർഗറ്റ് തമിഴ്നാടാണ്. അത് ഞാൻ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാലക്കാട് എറണാകുളം നേരെ തമിഴ്നാട് എനിക്ക് ടീം. ഇപ്പൊ ചെന്നൈയിൽ ടീം വന്നു. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ടീം കൂടി സെറ്റ് ചെയ്യണം തമിഴ്നാട്ടില്. തമിഴ് പഠിക്കണം. അപ്പൊ അതിന് അവിടെ പോയി നിൽക്കണം. അതേപോലെ തന്നെ അത് കഴിഞ്ഞ കർണാടക, അടുത്ത 3-ാം തീയതി കർണാടക ബാംഗ്ലൂരിലാണ്. അവിടെ നമുക്ക് സ്റ്റാർ റാങ്ക് ലീഡറായി. അടുത്ത ഞാൻ ഉദ്ദേശിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, UP. എനിക്ക് സ്റ്റാറും സിൽവറും ഒക്കെ ഉണ്ട് UP, ഉത്തർപ്രദേശിൽ. തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ആദ്യം 2,10,000 അല്ലെ 2,10 കിട്ടുന്നത്, മാസം 2,10 കിട്ടുന്നത് വരെ 1-2 പഞ്ചായത്ത് മതിയായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പൊ അവിടെയുള്ള ആൾക്കാർക്കൊന്നും നമ്മളെ വേണ്ട. SC, RTC, NTC ലീഡർമാർ എന്ത് ഭവനേ സാറ് ഒക്കെ ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് നിൽക്കുന്നത്? അങ്ങനെ ആയ ശേഷമാണ് ഇപ്പൊ ഇറങ്ങിയത്. എന്റെ ടീമിന് വിശ്വാസം വന്നപ്പോ ഇറങ്ങി. അവർ ചെയ്തോളും കാര്യങ്ങള്. അവർക്ക് പ്രശ്നം ഭവനേഷ് പറയാറുണ്ട്, നിങ്ങൾ പെർഫോമർ ആണെങ്കിൽ ആ പരിസരത്തെ ഭവനേഷ് വരൂല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഭവനേഷ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നോന്നല്ലോ വിളിച്ചോ. ഇന്ന് പ്രശ്നം പരിഹരിക്കാൻ മാത്രമേ ഞാൻ പോകാറുള്ളൂ. ആ പ്രശ്നവും എന്റെ അപ്ലൈ ലീഡറിലേക്ക് കൊടുക്കാറുമില്ല. എന്റെ ടീമിലെ പ്രശ്നവും ബെല്ലി സാറിലേക്കോ, എന്റെ ടീമിലെ പ്രശ്നവും സുബി സാറിലേക്കോ, എന്റെ ടീമിലെ പ്രശ്നം ധൈര്യത്തിലേക്ക് പോവില്ല. അത് ബണ്ട് കെട്ടി നിർത്തിയ പോലെ ഭവനേഷ് കൃഷ്ണനോ ഉള്ളിൽ കിടക്കൂ. സിറ്റിംഗ് ഫുൾ എന്റെ വീട്ടില, എന്റെ ഫ്ലാറ്റില. ഇങ്ങോട്ട് വരാൻ പറയും പ്രശ്നമുള്ളവരോട്. 2-ആളായാലും 3-ആളായാലും ഇരുത്തി അവർ തമ്മിൽ ആർക്കും പ്രശ്നം അതിൽ ഒതുക്കി തീർക്കും. ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങോട്ട് പറഞ്ഞ് ഇന്നെ തോണ്ടി ഇന്നെ നുള്ളി എന്നും പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ അങ്ങ് ഒതുക്കും. ഈ തരത്തില് ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വേറൊന്നുമില്ല, ഏറ്റെടുക്കുക. അടുത്ത 2 ലെഗ് 5 കോടിയാക്കി. ഇനി 2 ലെഗ് കൂടി 5 കോടിയാക്കണം. ഡയമണ്ട് ആവണ്ടേ? അതിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരെ ഉത്തർപ്രദേശാണ്. ഒരു മാസത്തേക്കുള്ള യാത്രയാണ്. ഞാനും പ്രബീർ സാർ ടീമിൽ താടി. അദ്ദേഹം ഡൽഹിക്കാരനാണ്. അദ്ദേഹത്തിന് എനിക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദി എക്സ്പീരിയൻസ് മാത്രമേ പറയാൻ അറിയുള്ളൂ. ഇംഗ്ലീഷും എക്സ്പീരിയൻസ് മാത്രമേ പറയാൻ എനിക്ക് അറിയുള്ളൂ. ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഇംഗ്ലീഷിലാണ് എക്സ്പീരിയൻസ് പറയേണ്ടത്. അത് നമ്മൾ പറയാൻ അറിയാം. അപ്പൊ ഇനി ബാക്കി പ്ലാൻ എടുക്കാനൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെ ഇതെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ പഠിച്ച് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ടീം ഉണ്ടാക്കണം എന്റെ സ്വപ്നം. കുറെ കാലമായി പറഞ്ഞിരിക്കുന്നു. എല്ലാ സംസ്ഥാനത്തും അതിനെന്ത് ചെയ്യണോ അത് ചെയ്യും. നമ്മളെല്ലാ സംസ്ഥാനത്തും പോയി പണിയെടുക്കണ്ട. 1-2-3 സംസ്ഥാനത്ത് പണിയെടുക്കുമ്പോഴേക്ക് ബാക്കി ടീമിന് ഡ്യൂപ്ലിക്കേഷൻ വന്ന് രാജ്യം മൊത്തം അങ്ങാവും. സംഭവം സിമ്പിൾ ആണ്. ഗുജറാത്തിൽ ഇപ്പോൾ സ്റ്റാർ ഉണ്ട്. ഇനി അതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പണിയെടുത്താൽ മതി. അതിന് വേണ്ടിയുള്ള ഓൺലൈൻ മീറ്റിംഗുകൾ നോർത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് ഉണ്ട്. ആ നോർത്ത് ഇന്ത്യൻ ഗ്രൂപ്പുകളിൽ കൃത്യമായിട്ട് GDS പോകും. ഡൽഹിയിൽ നമുക്കൊരു പോലീസ് ഓഫീസർ ഉണ്ട്, അദ്ദേഹം സിൽവർ ആണ്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ടീം ഡെവലപ്പ് ചെയ്ത് വരികയാണ് ശക്തമായിട്ട്. ഇനി ഇന്റർനാഷണൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത് ദുബായി തന്നെയാണ്. ദുബായ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ദുബായിയാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. കാരണം അവിടെ ഒരുപാട് ലീഡ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് വേറും ചിന്തിക്കാനുള്ള സമയമില്ല. വേറെ നെഗറ്റീവുകളോ പ്രശ്നങ്ങളോ ആലോചിക്കാനുള്ള സമയമില്ല. ടീം മുന്നോട്ട് വെച്ച കാലം അത് മുന്നോട്ട്. അങ്ങനെ ശക്തമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സമയം നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി ഒന്നുകൂടി ഫോക്കസ്ഡ് ആയി കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അപ്പൊ എല്ലാവരും എന്റെ സമയം ഓൾമോസ്റ്റ് കഴിഞ്ഞു.
7 o'clock വരെ ആയിരിക്കും എനിക്ക് സമയം. എന്തായാലും എല്ലാവരും നല്ല ഒരു തീരുമാനം എടുക്കുക. ആക്കാം നോക്കാം എന്ന ഏർപ്പാടൊന്നും വേണ്ട. യെസ് ഓർ നോ, ഒന്നെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ വിട്ടു കളഞ്ഞേക്കണം. വെറുതെ നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും പറയിപ്പിച്ചിട്ട് ഒരാളും ഈ മൈലേജ് ചെയ്യരുത്. കാരണം നമ്മളൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കാര്യമാണേ. നമ്മൾ പ്രൊഫഷണൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ നമ്മൾ പറയിപ്പിക്കരുത്. അതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കണം. സ്ട്രോങ് ഡിസിഷൻ, ഉറച്ച തീരുമാനം. രക്ഷപ്പെടുന്ന കാര്യം 100% ഉറപ്പാ. കഷ്ടപ്പെടാൻ തയ്യാറാണോ? ഒരു പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ അവസാനം കണ്ടേ നിർത്താവുള്ളൂ. ഒരു പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം കണ്ടേ നിർത്താവൂ. എനിക്കതൊരു ശീലമുണ്ട്. ഞാൻ എന്ത് പണി എടുക്കുമ്പോഴും കുട്ടിക്കാലം കൊണ്ട് ശീലമാണ്, ഒരു പണി ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻഡ് കാണുന്നതിന് മുമ്പ് പ്രശ്നമുണ്ട്. നിർത്തിപ്പോകാൻ പലർത്തും തോന്നും. നിർത്തരുത്. ഒന്ന് അടിച്ചു വാരുന്ന സമയത്ത് അടിച്ചു വാരി കൂട്ടാതെ അടിച്ചു വാരിയിട്ട് ബാക്കി നീ അങ്ങ് അടിച്ചോ എന്ന് പറയുന്ന സ്വഭാവം കുടുംബത്തിലുണ്ടാവും. അതൊക്കെ അങ്ങ് നിർത്തിയേക്കണം. ഒരു പണി തുടങ്ങിയാൽ അതിന്റെ അവസാനം കണ്ടേ നിർത്താവുള്ളൂ. അത് എന്ത് പണിയായാലും ശരി. തീരുമാനം സ്ട്രോങ് ആയിരിക്കണം, ഡബിൾ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയാണ് ഒരു തർക്കമില്ല. ജീവിതത്തിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും പറ്റില്ല. ആരോട് മത്സരിക്കുന്നുണ്ട്, ആരോട് മത്സരിക്കുന്നു വേണ്ട. ആരെയും പരാജയപ്പെടുത്താൻ വാശിയും കാണിക്കണ്ട. നമുക്ക് വിജയിക്കാൻ ആരും പരാജയപ്പെടുത്താൻ. എല്ലാവരും ബന്ധങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് അറിയാലോ അല്ലെ? ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് വീട്ടിലേക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ലോറി ഡ്രൈവർമാരും അല്ലെ, അവരൊക്കെ എല്ലാവരും ടീം വർക്ക് നല്ലേ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിച്ചു പോകുന്നത്. ആരോടാ പിണങ്ങ? നമുക്കെല്ലാം നമ്മള് തികഞ്ഞാളാണോ? നമ്മള് അല്ല. നമുക്കൊന്നും പറ്റില്ല. നമുക്ക് ഒറ്റയ്ക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ആൾക്കാരോട് നന്നായി സ്നേഹിക്കുക, പെരുമാറുക. പഴിയിൽ എന്ത് കണ്ടാലും ഒന്ന് ഇടപെടുക, സ്നേഹിക്കുക. ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് വരെ എല്ലാവരും പറയും ഒരു കാറ്റം ഇടപെട്ടാൽ പ്രശ്നമാകുന്നു. ഒരു പ്രശ്നം വരാൻ പോകില്ല. ന്യായത്തിന് ഇടപെട്ടാൽ വിജയം നമുക്ക് തന്നെയാ. അത് എന്തായാലും ശരി. ന്യായം ഉണ്ടോ ആ ജയിക്കുന്നത് നമ്മളാ. അതുകൊണ്ട് ന്യായത്തിന് മാത്രം ഇടപെട്ട ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ലെവലിൽ ചെയ്യുക. നമ്മളത്ര പോലും കുടുംബത്തിന്, പല കുടുംബങ്ങളിലും നമ്മളത്ര പോലും ജോലി ചെയ്യാൻ പറ്റാത്ത, സംസാരിക്കാൻ കഴിവില്ലാത്ത, പ്രവർത്തിക്കാൻ കഴിവ് ഒരുപാട് പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്. ആ പാവപ്പെട്ട കുടുംബത്തിൽ നമ്മളൊന്ന് കോടീശ്വരനായാൽ നിങ്ങൾക്ക് നടക്കില്ല എന്ന് വിചാരിച്ച് കോടീശ്വരനെ പുച്ഛിക്കരുത്. കോടീശ്വരനായാൽ അല്ലേ, കോടീശ്വരന്മാരൊക്കെ തന്നാലെ കോടീശ്വരന്മാരാവുന്നല്ല, അവരൊക്കെ ദാനം ചെയ്യുന്നവരാ. ദാനം ചെയ്താൽ മാത്രമേ സമ്പത്ത് കൂടൂ. ആ ദാനം ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. അവരോട് പുച്ഛിക്കരുത്. സമ്പത്തിന് ഉണ്ടാക്കുന്നതിന് വെറുതെ പൈസ എന്ന് അങ്ങനെ കളിയാക്കരുത്. പൈസക്കാരുണ്ടാകുന്നുണ്ട്, തന്നെ ഉണ്ടാകുന്നല്ല, അവർ ദാനം ചെയ്യുന്നതുകൊണ്ട് തന്നെയാ. പിശുക്കെന്നൊക്കെ വിളിക്കും നമ്മള്. ആ പിശുക്കളിലൂടെ പൈസ ഉണ്ടാക്കാൻ സുഖമാ, പക്ഷെ നിലനിർത്താൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് പിശുക്കന്മാരായി പോണ. എത്ര പിശുക്കനാണെങ്കിലും എല്ലാ പണക്കാരും പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മളെ പോലും പറ്റാത്ത, ഞാൻ ഒരുപാട് ആളെ സഹായിക്കുന്ന കാര്യം പറയാൻ പാടില്ല. ആരോടും പറയാറില്ല അല്ലെ? അപ്പൊ അത് ഇഷ്ടം പോലെ നമ്മൾ ചെയ്യാറുണ്ട്. എന്റെ മോളും എന്റെ ഭാര്യയൊക്കെ എന്നെ പൊഞ്ഞെട്ടി അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ മോളൊരു ബർത്ത്ഡേക്ക് എന്റെ ഭാര്യ കോഴിക്കോട് സിറ്റിയിലെ പാവപ്പെട്ട് തെരുവിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്റെ ഭാര്യ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഞാൻ പൊഞ്ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ സ്വഭാവമൊക്കെ ഭാര്യയ്ക്ക് സ്വാഭാവികം. നമ്മുടെ താല്പര്യമാണ് എന്റെ ഭാര്യയുടെ താല്പര്യം. സ്വാഭാവികമായിട്ടും അങ്ങനെ വരെ എന്റെ ഭാര്യ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടായിരുന്നു. ബർത്ത്ഡേ വരുന്ന സമയത്ത് ഇപ്പോഴും എന്റെ ഭാര്യ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും ആർക്കെങ്കിലും ഒക്കെ. ഈ തരത്തില് അവളുടെ ഒക്കെ പ്രാർത്ഥനയും അവളുടെ ഒക്കെ പെരുമാറ്റമാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ കുടുംബത്തോട് മാത്രമല്ല ഉത്തരവാദിത്വം, സമൂഹത്തോടും ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു വ്യക്തിയായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന എന്തെങ്കിലും അടയാളങ്ങൾ വെച്ചിട്ട് മാത്രം ഈ ഭൂമിയിൽ നിന്ന് വിട്ടിട്ട് പോവുക. വെറുതെ ജീവിച്ച് വെറുതെ മരിച്ച് ആരും അറിയാതെ എവിടെയോ പോയി മരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നാലാൾ അറിയുന്ന രീതിയിലേക്ക് മാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഒരു ഹീറോ ആവാൻ പറ്റുന്ന ഓരോ രീതിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സെലിബ്രിറ്റി പോലെ അവരെ സാറേ സെൽഫി എടുക്കട്ടെ, ഞാനാ സിനിമ നടനൊക്കെ നമുക്ക് പറയും. ഞാൻ സിനിമയാണ് എന്റെ പാഷൻ, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഞാനൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, ബെസ്റ്റ് ആക്ടറാണ്, സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷെ എങ്കിലും ഞാനൊരു ഇന്ന് സെലിബ്രിറ്റിയെ പോലെ ഞാൻ ജീവിക്കുകയാണ്. ഇന്ന് എവിടെ പോയാലും അറിയാത്ത കുറെ ആൾക്കാർ പേര് വിളിക്കുന്നു, അറിയാത്ത കുറെ ആൾക്കാർ നമ്മൾ സെൽഫി എടുക്കുന്നു. ഇന്നൊരു സൂപ്പർ സ്റ്റാർ, മൈ ലൈഫ് സ്റ്റൈൽ അകത്ത് നമ്മൾ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അപ്പൊ അങ്ങനെ മൈ ലൈഫ് സ്റ്റൈൽ അകത്തൊരു സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്ക്. അങ്ങനെ ആൾബലമുള്ള വലിയൊരു അച്ചീവർ ആയിട്ട്, വേൾഡ് വൈഡ് ബിസിനസ്സുകാരനായിട്ട് മാറാൻ എന്റെ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഇത്രയും പേര് സംസാരിച്ചത് തീർച്ചയായും നിങ്ങൾ എന്റെ ടീമല്ല, തീർച്ചയായും നിങ്ങളുടെ ടീം അല്ല എങ്കിലും ആണെന്ന മനോഭാവത്തിൽ പറയാൻ കാരണം ഇതാണ് മൈ ലൈഫ് സ്റ്റൈൽ. പ്രവർത്തിച്ചാലും ഒരു ബീവി ഒന്നും ലഭിക്കൂല, പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് അങ്ങ് തരും. കാരണം നാളെ ശ്രീധരൻ സാറും അനിൽ സാറും അതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത പ്രതീഷ് സാറും ഒക്കെ എന്റെ ടീമിൽ വരുന്നുണ്ട്. ഞാൻ അറിയുന്നില്ല. ഞാൻ കിടന്നുറങ്ങുമ്പോ എനിക്ക് ലീഡർമാർ എന്റെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുവാൻ നിങ്ങൾ ഓരോരുത്തരും വരാറുണ്ട്. അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിച്ചല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, പക്ഷെ അത് ആത്മാർത്ഥം എന്റെ സ്വന്തം ടീമിൽ കൊടുക്കുന്നതിനേക്കാളും, എന്റെ സ്വന്തം ടീമിൽ പറയുന്നതിനേക്കാളും കൂടുതൽ
നല്ല മികച്ച ട്രെയിനിങ് ആയിരിക്കണം ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള ബോധം എനിക്കുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു ഈഗവും തോന്നാതെ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യം ബുദ്ധിയും ശക്തിയൊക്കെ സർവശക്തനായിട്ടുള്ള ഈശ്വരൻ ഓരോരുത്തർക്കും ശരിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.